തെളിവുകളും കണ്ടെത്തിക്കൊണ്ട് ശിർക്കിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്നു എന്ന് കരുതുന്ന മലപ്പുറം ജില്ലയിലാണ് റമദാൻ 27-ന് സലാത്ത് നഗർ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു തേടുന്ന ഒരു ശിർക്കൻ പരിപാടി ആഘോഷപൂർവ്വം നടന്നു വരുന്നത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, പ്രഖ്യാപിക്കൂ നബിയെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഈ തൗഹീദിന്റെ സന്ദേശം ഏതു കാലത്തും ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രബോധനത്തിൽ മുൻതൂക്കം കൽപ്പിച്ചിരുന്നു. ഹുസൈൻ മടവൂരും കൂട്ടരുമായുണ്ടായ നമ്മുടെ തർക്കത്തിൽ ഇതിന്റെ മുൻഗണനാക്രമത്തെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു. ആദ്യമൊക്കെ നാം ആളുകളെ ആകർഷിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി ആളുകൾക്കിടയിൽ തരക്കേടില്ല എന്നൊരു പേര് ഉണ്ടാക്കിയതിനു ശേഷം പറഞ്ഞാൽ മതി തൗഹീദ്, അങ്ങനെ പാലം കെട്ടി തൗഹീദ് പറയണം എന്ന ഒരാശയം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ നാം എതിർത്തു തോൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാരോ അംഗീകരിക്കുന്ന ഒരു രീതിയല്ല അതെന്നും ദഅവത്തിന്റെ മുൻഗണനാക്രമത്തെ അട്ടിമറിക്കലാണതെന്നും നമ്മൾ തെളിയിക്കുകയുണ്ടായി. അന്ന് നാം പറഞ്ഞിരുന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇടവണ്ണയിൽ ഹുസൈൻ മടവൂര് പ്രസംഗിച്ചപ്പോ പറയാണ്, ഇവിടെ തൗഹീദ് പറയേണ്ട സ്ഥലമല്ല, ഇവിടെ മുജാഹിദുകളുടെ നാടാണ്, ഇവിടെ തൗഹീദ് പറയേണ്ടതില്ല. വാസ്തവത്തിൽ നമ്മളതിനെ വിമർശിച്ചപ്പോൾ ചില ആളുകൾ ചോദിച്ചത് ശരിയല്ല, ഇവിടെ മുഴുവൻ മുജാഹിദുകളല്ലേ. അദ്ദേഹം പ്രസംഗിച്ചതെന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഖുറാഫികൾക്ക് പള്ളി വന്നു, ഇവിടെ ഖുറാഫികളുടെ ജുമാ നടക്കുന്നു എന്നു മാത്രമല്ല, ഇവിടെ തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ അബ്ദുസലാം സുല്ലബിക്ക് വരെ വ്യതിയാനങ്ങളുണ്ടായി. വാഴക്കാട് ഖണ്ഡനം നടക്കുമ്പോ അള്ളാഹുവിന്റെ ഇസ്മ സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിച്ചു. എല്ലാ സലഫി പ്രബോധകന്മാരും ഒരുമിച്ച് പറയുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിച്ചുകൂടാ, അവന്റെ ഇസ്മുകളെ വ്യാഖ്യാനിച്ചുകൂടാ. പക്ഷെ അള്ളാഹുവിന്റെ നുസൂൽ എന്ന സിഫത്ത്
സന്ധിയില്ലാ സമരം നടത്തിയ മുജാഹിദ് പ്രവർത്തകരിലേക്ക് ജിന്ന് സേവ, പിശാച് പൂജ, മാരണം, മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയവ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുത്ത AP വിഭാഗം മുജാഹിദ് സംഘടനയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ ഇപ്പോൾ പുറത്താക്കപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തി സംഘടന പുലർത്താൻ കൂട്ടുന്ന മറുപക്ഷത്തെ നേതാക്കൾ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തെന്ന് നിഷ്പക്ഷമതികൾ മനസ്സിലാക്കണമെന്നും മടവൂര് പറഞ്ഞു. കണ്ടോ, അവർ രണ്ടു കൂട്ടരും ശിർക്കാരോപണം നടത്തി. ഇവർ ചെയ്തതിന് അവർ സ്വാഗതം ചെയ്തു, ഇനി അവർ ചെയ്തതിന് അവരും സ്വാഗതം ചെയ്ത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 2008 ശബാബിൽ അബ്ദുസലാം സുല്ലമി എഴുതിയ അതേ കാര്യങ്ങളാണ് KKP അബ്ദുള്ള എന്ന മടവൂരി ചാരൻ ഇറക്കിയ പുസ്തകത്തിലുള്ളത്. അതിന്റെ 2ാം പതിപ്പ് മടവൂരികളുടെ സമ്മേളനത്തിൽ വെച്ചാണ് കോഴിക്കോട് പ്രകാശനം ചെയ്യുന്നതും പുറത്തുവിടുന്നതും. അതിന് അവതാരിക എഴുതി കൊടുത്ത അബ്ദുറഹ്മാൻ ഇരുവേറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാവങ്ങാട് പാരോ പറഞ്ഞു ഇപ്പൊ അവിടെ ഹുതുബല്ല, അടുത്ത് ഒഴിവാക്കിയത്രേ. ഏതായാലും ഇരിക്കട്ടെ, ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ ഇരുവേറ്റി അവതാരിക എഴുതിയ മഞ്ഞ പുസ്തകത്തിൽ ഉള്ളതെന്താ? അബ്ദുസലാം സുല്ലമി എന്താണോ 2007 2008 എഴുതിയത് അതൊക്കെ അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായി അവർ പറഞ്ഞിരുന്നതൊക്കെ ഇപ്പൊ വിഴുങ്ങുന്ന ഗതികേടിലേക്കാണ് വാസ്തവത്തിൽ ഇവർ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത വിശ്വാസമേതോ അതാണ് അന്ധവിശ്വാസം. ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള ഒരു വിശ്വാസവും അന്ധവിശ്വാസമാവുകയില്ല എന്നാണ് മുജാഹിദുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്കിനെതിരിൽ ജാഗ്രത പുലർത്തുകയും നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എടവണ്ണ പോലുള്ള പ്രദേശത്തേക്ക് ഇനി ശിർക്ക് തിരിച്ചു വരില്ല എന്നൊരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. ഹുസൈൻ മടവൂരിന്റെ വ്യതിയാനമോ ഉമ്മർ സുല്ലമിക്ക് വ്യതിയാനമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളന്ന് പറഞ്ഞു, വ്യതിയാനം ആർക്കും വരാം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചവനെ നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളെ വഴിതെറ്റിക്കില്ലെന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ച് ഉപദേശിച്ചെന്താ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, കുഞ്ഞുമോനെ നീ അല്ലാഹുവിൽ ശിർക്ക് വെക്കല്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാണ്. ശിർക്ക് ഗുരുതരമായ അക്രമമാണ്, പാപമാണ്. സുഹൃത്തുക്കളെ, പൊക്കിൾ കൊടിയിലൂടെ പാരമ്പര്യമായി കിട്ടുന്നതല്ല തൗഹീദ്. വരുന്ന തലമുറയെ തൗഹീദ് പഠിപ്പിക്കേണ്ടതുണ്ട്. ശിർക്കിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന നമ്മൾ പല സ്റ്റേജുകളിലും പറയാറുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഊദു ബിക എന്നും, ഒരു ഒറ്റക്കാണെങ്കിൽ അഊദു ബിക എന്നും പറയാം. അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ച്, അറിഞ്ഞുകൊണ്ട് വല്ലതും നിന്നിൽ പങ്കു ചേർക്കുന്നത് ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുന്നു. അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന. നമ്മൾ എത്രയോ സ്റ്റേജുകളിൽ ഇത് പറഞ്ഞതാണ്. പക്ഷേ മഞ്ചേരിയിൽ അബ്ദുറഹ്മാൻ സൽഫി പറയാണ്, നിങ്ങൾ 1000 വട്ടം എന്റെ നാവുന്നത് കേട്ടിട്ടുണ്ടാവുന്നു. മൂപ്പരെ നാവുന്നേ, മൂപ്പരനെ പറയാം, വേറെ ആരും പറയാനില്ലല്ലോ, മൂപ്പരനെ പറയാം. അതേ സമയത്ത് ഇന്ന് ഈ ജിന്നുമായി നടക്കുന്ന ഇവർ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പ്രസംഗവും മൂപ്പര് കേട്ടിട്ടുണ്ടോ? ഈ കേരള സുന്നി ജമാഅത്ത് എന്ന പേരിൽ സംസ്ഥാനക്കാര് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന ബാനറിൽ പരിപാടി നടത്തിയപ്പോ നാദാപുരത്തും പാറക്കടവും മഞ്ചേരിയും ഒക്കെ മറുപടി പറഞ്ഞ ആളാ ഞാൻ. ആ എല്ലാ പ്രസംഗത്തിലും ഈ ഹദീസ് എടുത്തുദ്ധരിക്കുകയും ശിർക്കിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് വരികയില്ല എന്നൊരു കുപ്രചരണം ഇവർ നടത്തി. അതിനകത്ത് ലേഖനം എഴുതിയ ആളാ ഞാൻ. 8 പേജ് ലേഖനം ഇസ്ലാഹ് മാസികയിൽ എഴുതി. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ദുർവ്യാഖ്യാനങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇയാൾ ഇവിടെ വന്നിട്ട് പറയാണ്, ആ ഹദീസ് വേറെ ആരും പറയാറില്ല, ഞാൻ 1000 വട്ടങ്ങൾ എന്റെ നാവുന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പേര് ശിർക്ക് ആരോപിക്കാൻ വേണ്ടി ആ രീതിയിലുള്ള ഒരു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, തൗഹീദിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് പുറത്തുപോയ ഹുസൈൻ മടവൂരും വിഭാഗവും നിങ്ങൾക്ക് എപ്പോഴും ഈ ശിർക്കും തൗഹീദിനെ വേറൊന്നുമില്ലേ എന്ന് പറഞ്ഞു ഖണ്ഡന മണ്ഡനങ്ങളെ പരിഹസിച്ചു. അങ്ങനെ ഒരു പുതിയ ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ ചിന്താധാരയുമായി പുറത്തുപോയവർ, അവർ സംഘടനയിൽ 10-11 കൊല്ലം വളണ്ടിയർ കോർ ഉപയോഗിച്ച് നടത്തിയ ചാരപ്പണികളാണ് അന്ന് സംഘടന പിളർപ്പിലെത്തിച്ചതെങ്കിൽ ആ ചാരപ്പണിയുടെ തുടർച്ചയും അന്നുണ്ടായിരുന്ന വീശിപ്പണിയുടെ തുടർച്ചയും തന്നെയാണ് ഇന്നും നമ്മൾ ഈ സംഘടനയിൽ ഈ അവസ്ഥയിൽ എത്തിച്ചത്. KKP അബ്ദുള്ള എന്ന ചാരനെ മടവൂരികൾ നിയോഗിച്ചതാണ്. ഇപ്പൊ അയാൾ മടവൂരിയായി പ്രഖ്യാപിച്ചു. 7-ാം തീയതി കണ്ണൂരിൽ നടക്കുന്ന മടവൂരികൾ ആദർശ വിശദീകരണത്തിൽ അയാൾ പ്രസംഗിക്കാൻ പോവാണ്. ഇത് നമ്മൾ
കേരള ജമിയത്തുലമയുടെ നിലമ്പൂരിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ വ്യക്തമായി പ്രഖ്യാപിച്ചു. KKP അബ്ദുള്ളയും അതുപോലെ തന്നെ മഞ്ഞ പുസ്തകത്തിന് സഹായിച്ച സിദ്ദീഖ് തലശ്ശേരി, ഹാരിസ് ചേറൂർ, ഇവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വന്ന ഗൂഢസംഘത്തിന്റെ ഭാഗമാണ്. അന്ന് നീല പുസ്തകമായിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണെന്ന് KJU പ്രഖ്യാപിച്ചു. പക്ഷെ ആ പ്രഖ്യാപിച്ച ചാരനെ വീണ്ടും 6 മാസത്തോളം ഇരുട്ടി പള്ളിയിൽ സംരക്ഷിച്ചത് ആരാണ്? അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസിൽപ്പെട്ട ആൾ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞടക്കമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ കോക്കസിന്റെ വലിയ കേന്ദ്രമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂർക്കാർ ബോഡി ഗാർഡായിട്ട് വന്നിട്ടാണ് 6 മാസം ഇരുട്ടിപ്പള്ളിയിൽ ഖുത്ബ നടത്തിയത്. ഉളിക്കൽ എന്ന സ്ഥലത്തുനിന്ന് ഖുത്ബ ഒഴിവാക്കി. തബറുക്കിനെ എതിർത്തു, സിഹറിനെ എതിർത്തു, ജമിയത്തുലമയുടെ ആശയത്തെ എതിർത്തപ്പോ പിറ്റേ ദിവസം തന്നെ അയാൾക്ക് മിമ്പർ കൊടുത്തത് പ്രൊഫസർ അദ്ദുവാണ്, കൊല്ലത്ത്. അന്നത്തെ KNMന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാളായിരുന്നു ഇലക്ഷൻ കമ്മീഷണർ. എന്തൊക്കെയാ പുതിയ കൊണ്ടുവന്നത്. ISM എക്സിക്യൂട്ടീവിലുള്ള ഒരാള് KNM എക്സിക്യൂട്ടീവിൽ വരാൻ പാടില്ല, യൂണിറ്റിൽ വരാൻ പാടില്ല, ജില്ലയുടെ സംസ്ഥാനത്ത് വരാൻ പാടില്ല. KNMന്റെ ഭരണഘടന അനുസരിച്ച് 18 വയസ്സുള്ള ആർക്കും മെമ്പർഷിപ്പ് എടുക്കാം. അയാൾ MSMലോ ISMലോ എവിടെ ഉണ്ടായാലും അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി വരെ ആകാമെന്നാണ്. പക്ഷെ അത് അട്ടിമറിച്ചു. എന്നിട്ട് ചില ആളുകൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? യുവാക്കൾ കടന്നു വന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ഈ തീവ്രവാദത്തിലേക്ക് പോയ യുവാക്കൾ സംഘടനയെ പിടിച്ചെടുക്കുമെന്ന് പേടിച്ചിട്ടാണ്. വക്കീൽ നോട്ടീസിന് കൊടുത്ത മറുപടിയാണ്. ആരെ പറ്റിയ തീവ്രവാദികളെന്ന് പറഞ്ഞത്? KNMന്റെ കൂടെ പ്രവർത്തിക്കുന്ന ISMനെ പറ്റി. അവർ തീവ്രവാദികളാണ്, അവർ സംഘടന പിടിച്ചെടുക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ക്ലോസ് കൊടുത്തതെന്ന്. ഇത്തരത്തിൽ എന്തും പറയാന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞൊരു കൊണ്ടുവന്ന രസകരമായ ഒരു ക്ലോസ് ഉണ്ട്. എന്താ അറിയോ? പാനൽ അവതരിപ്പിക്കുന്ന ആളും പിന്താങ്ങിയ ആളും പാനലിൽ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേട്ടു നിങ്ങൾ അങ്ങനെ യൂണിറ്റിലും ജില്ലയിലും മണ്ഡലത്തിലൊക്കെ അത് പാലിച്ചു. ഒതായിൽ തെരഞ്ഞെടുപ്പിനെ നിർത്തിവെക്കേണ്ടിയോ എന്നും ബഹളം ഉണ്ടായത് അതുകൊണ്ടാണ്. പക്ഷെ സ്റ്റേറ്റ് കമ്മിറ്റി വന്നപ്പോൾ അത് മാറി. MM അതിന് പാനൽ അവതരിപ്പിച്ചു, ഉണ്ണിൻകുട്ടി മൗലവി പിന്താങ്ങി. രണ്ടാളും പാനലിലുള്ള ആളാണ്. അപ്പൊ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തനിക്ക് ഇഷ്ടപ്പെട്ട പുതിയ ക്ലോസുകൾ കൊണ്ടുവരിക. ഇനിയിപ്പോ ഭരണഘടന തിരുത്താൻ പോണെന്നാ കേൾക്കുന്നത്. ISMനെ പിരിച്ചുവിട്ട് പുതിയ ISM ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പൊ കുറെ ആൾ കുപ്പായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവാകുമല്ലോ. അപ്പൊ അബ്ദുറഹ്മാൻ സലഫിന്റെ ഒട്ടി നിന്നപ്പോ MSMലും ISMലൊക്കെ പുതിയ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് കുറെ ആളൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട്, കുപ്പായം തുന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇയാൾക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ സംഘടന ഒഴിവാക്കണം ഇയാളുടെ അജണ്ടയാണ്. കഴിഞ്ഞ ISM തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് KNM പ്രതിനിധിയായിട്ട് ഇയാൾ പോകുന്നതിന് മുമ്പ് ഇയാൾ പ്രഖ്യാപിച്ചെന്താറിയോ? ഞാനത് വരും, ഞാനൊരു പാനൽ അവതരിപ്പിക്കും, അത് സ്വീകരിക്കണമെങ്കിൽ ISM ആണ് പിരിച്ചുവിടും. അപ്പൊ കൂടെ പോയ മറ്റേ KNM മെമ്പർ അത് സ്വീകരിക്കാത്തോണ്ട് തൽക്കാലം നടന്നില്ല. അത്ര ധിക്കാരമാണ്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ എന്താവുന്ന നിങ്ങള് KNM നോമിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയെ പാടുള്ളൂ. KNM എന്നൊരു ഫോക്കസും ആയിരിക്കും. അപ്പൊ മൊത്തം സംഘടന 2-3 ആളെ കയ്യിലാവും. അവിടെ ഇയാൾ കൊണ്ടുപോണത് ഇനിയിപ്പോ വരാൻ പോണതാണ് നോമിനേറ്റഡ് കമ്മിറ്റി. ഇപ്പൊ ഗൾഫ് ഇസ്ലാഹി സെന്ററുകളൊക്കെ സൗദി നാഷണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളെ ഫോക്കസാണ്, ഇയാൾ അവിടെ നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോ നിങ്ങൾക്കറിയോ ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നേരത്തെ ഉള്ള കമ്മിറ്റി ഇയാൾ പുനഃസംഘടിപ്പിച്ചു. എന്നിട്ടോ പലരും ഒഴിവാക്കി. കാരണം എന്താ? ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത ചിലയിലുണ്ട്. കഴിഞ്ഞ നേതാക്കന്മാരുടെ സന്ദർശനത്തിൽ സൗദി ഇസ്ലാഹി സെന്ററുകൾ ഭിന്നിപ്പിച്ചു. എല്ലായിടത്തും നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഖേദകരമായി പോയി അബ്ദുറഹ്മാൻ സലഫിയുടെ നിലപാടുകൾ എന്ന് പറഞ്ഞിട്ട് സംഘടന ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് കൊണ്ട് 30 കൊല്ലത്തോളമായി സൗദിയിൽ പ്രവർത്തിക്കുകയും ഇസ്ലാഹി സെന്ററുകൾക്ക് രൂപം കൊടുക്കുകയും ചെയ്ത ഇമ്പിച്ചിക്കോയൊക്കെ അയാൾക്ക് കമ്മിറ്റിയിൽ നിന്ന് ഔട്ടായി. വേണ്ട, CD ടവറിൽ നടന്ന ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്തവർ മഞ്ചേരിയിൽ KJUവിന്റെ ആദർശ വിശദീകരണത്തിന് വരരുത്, അദ്റസാഖ് ബാക്കവി വരരുത്, അബ്ദുറഹ്മാൻ സലഫി വരരുത്, KB വരരുത് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി കത്ത് കൊടുത്തു. അതുപോലെ കരുവള്ളി മുഹമ്മദ് മൗലവി കത്ത് കൊടുത്തു. അതിനുണ്ടായത് എന്താ? കരുവള്ളി പുറത്തായി, കരുവള്ളി എക്സിക്യൂട്ടീവ് നിന്ന് പുറത്തായി. അപ്പൊ തനിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഏത് കമ്മിറ്റിയിൽ നിന്നും പുകച്ച് പുറത്തിയാടിക്കുക. തന്റെ ആശ്രിതരെയും താൻ പറയുന്നത് കേൾക്കുന്ന റാൻ മൂളികളെയും കമ്മിറ്റികളിലൊക്കെ കൊണ്ടുവരിക. MSMും ISMും ഒക്കെ നമ്മൾ പറഞ്ഞനുസരിച്ച് നിൽക്കണമെന്ന തികച്ചും വളരെ ദയനീയമായ രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോലും മടിക്കുന്ന, കേട്ടാൽ അറപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം,
KNMകാർക്ക് തൗഹീദിൽ തെറ്റി എന്ന വാദം ഹുസൈൻ മടവൂരും കൂട്ടരുമാണ് ആദ്യമായി കൊണ്ടുവന്നത്. എന്തിനായിരുന്നു അത് കൊണ്ടുവന്നത്? അവരുടെ ഹദീസ് നിഷേധം മറച്ചു വെക്കാൻ. ആ ഹദീസ് നിഷേധം നമ്മൾ പുറത്തിടുന്നത് പേടിച്ചാണ് അവർ നമുക്കതിൽ ശിർക്കാരോപണം നടത്തിയത്. ആ ശിർക്കാരോപണത്തെ അവർ തുരുപ്പ് ശീട്ടായി ഉപയോഗിച്ചത് 2007 ഏപ്രിൽ മാസം ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി അമ്പലക്കടവ് ഫൈസിക്കുന്ന എഴുതിയൊരു മറുപടിയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. ഇതാണ് ഇസ്ലാഹ് മാസിക. ഈ ഇസ്ലാഹ് മാസികയിൽ അമ്പലക്കടവ് ഫൈസിയുടെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന പേരിൽ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ എഴുതിയ ലേഖനമുണ്ട്. അതിലൊരു വാചകം: പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് ബ്രാക്കറ്റില് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണം, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തട്ടം അതിലില്ല. ഒരു വാചകം അതാണ്. അപ്പൊ വിജനമായ മരുഭൂമിയാണ്, വഴിതെറ്റി, ആരും കാണുന്നില്ല. അപ്പൊ അയാള് യാ ഇബാദല്ലാഹ് അഈസൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിച്ചു പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയില്ല എന്ന്, അഭൗതികമായ സഹായത്തട്ടതില്ല എന്ന്. അതുപോലെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തൊരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. ഒരു മനുഷ്യന്റെ സംസാരം പോലത്തെ സംസാരം, പക്ഷെ ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? ജിന്നിനെ കുറിച്ചും മലക്കിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ പൊളിഞ്ഞില്ലേ? ജിന്നും മലക്കും അഭൗതിക സൃഷ്ടിയല്ലേ? ജിന്നുകൾക്കും മലക്കൾക്കും അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചപ്പോൾ, അല്ല, ജിന്നും മലക്കും അഭൗതിക സൃഷ്ടികളല്ല, നിങ്ങൾ പറയുന്ന അർത്ഥത്തിലുള്ള അഭൗതിക കഴിവ് അവർക്കില്ല. അഭൗതിക കഴിവ് എന്ന് പറയുന്ന അല്ലാഹുവിന് മാത്രമുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലൊന്നും വന്നാൽ അതിൽ പ്രാർത്ഥന വരുന്നില്ല. ഹാജറ ബീവി സംഭവം അതാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്. ആരെയും കാണുന്നില്ല. ഹാജറ ബീവി സഫയുടെ മേൽ കയറി, മറുവയുടെ മുകളിൽ കയറി, ഫലം തറാഹദൻ, ആരെയും കണ്ടില്ല. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അഖിസ്, നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു. അത് ശിർക്കല്ലാത്തതുപോലെ ഈ പറഞ്ഞ സംഭവം ശിർക്കല്ല. അപ്പൊ ഹാജറ ബീബി സംഭവത്തിന്റെ അടിസ്ഥാനത്തിലും യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഈ രണ്ട് വാചകങ്ങളും ശിർക്കല്ല എന്നും ലോക സലഫി പണ്ഡിതന്മാർ ഖുബൂരികൾക്ക് മറുപടി കൊടുക്കുന്നത് പോലെ തന്നെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി കേരളത്തിലെ ഈക്കെ ഖുബൂരികൾക്ക് മറുപടി കൊടുത്തതെന്നും നമ്മളെല്ലാവരും പറഞ്ഞു. അബ്ദുസ്സലാം സുല്ലമി ഈ ലേഖനം എടുത്തു പിടിച്ച് കണ്ടോ KNM ശിർക്കിലെത്തി എന്ന് വാദിച്ചു. അപ്പൊ നമ്മൾ ഒന്നിച്ച് മറുപടി കൊടുത്തു. ഞാൻ മറുപടി കൊടുത്തു, CP സലീം മറുപടി കൊടുത്തു, അനസ് മൗലവി, അനീഫ് കായക്കൊടി, ബാലുശ്ശേരി എല്ലാവരും ഒന്നിച്ച് മറുപടി കൊടുത്തു. മടവൂരികളെ അതിന് ശിർക്കില്ല. പിന്നീടത് ഖുബൂരികൾ ഏറ്റെടുത്തു. അപ്പോഴും പറഞ്ഞു ഖുബൂരികളെ അതിന് ശിർക്കില്ല. നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇവർക്ക് ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം എടുത്തുകൊണ്ട് 1980കളിൽ നമ്മുടെ ഷബാബിൽ വന്ന ഒരു ചോദ്യോത്തരം, അതിൽ ഈ വിഷയം ചോദിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിയാരുടെ പ്രസംഗം. മുസ്ലിയാരുടെ പ്രസംഗത്തിൽ വന്നത് എന്താ കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ യാ ഇബാദല്ലാഹ് എന്നതിനെ മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകൾ, ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാകും, അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും മിഥ്യവും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന്. ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അന്ന് നമുക്ക് ഷബാബും അൽമനാറും മാത്രമുള്ളൂ. ഷബാബിൽ മുസ്ലിം എന്ന പേരിൽ ചോദ്യോത്തരം കൈകാര്യം ചെയ്തിരുന്നത് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിയാണ്. ഇന്നത്തെ പോലെ 1500-2000 കോപ്പിയൊന്നും അല്ല, 10,000 കോപ്പി അടിക്കുന്ന കാലാണ്. KP ഉമർ മൗലവിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. KNE ജീവിച്ചിരിക്കുന്ന കാലമാണ്. 80കളിലത്. അന്ന് കൊടുത്ത മറുപടി കേട്ടോളൂ. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ കാര്യമാണ് അല്ലാഹു അല്ലാത്തവരും ദുആ അഥവാ പ്രാർത്ഥന ചെയ്യാൻ പാടില്ല എന്നത്. മാത്രമല്ല, ഇതിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഹദീസോ
ഹദീസിന്റെ വ്യാഖ്യാനമോ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവെയും അവന്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ പടച്ചവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ചാണ്. അതിനെതിരിൽ ഇങ്ങനെ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് കാര്യമല്ല. അള്ളാഹുവിന്റെ വചനത്തിൽ താഴെ മാത്രമേ മറ്റേത് വചനത്തിനും ഒരു സത്യവിശ്വാസി സ്ഥാനം കൽപ്പിക്കാൻ പാടുള്ളൂ. ഇനി കേട്ടോളൂ, വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. ഈ പംക്തിയിൽ തന്നെ പലതവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദ്, അടിമകളെ എന്ന വിളി പല ഖുർആൻ വാക്യങ്ങളിലുമുണ്ട്. ഇത് അടിമകളോടുള്ള പ്രാർത്ഥനയാണെന്ന് കാര്യബോധമുള്ള ആരും പറയില്ല. പ്രവാചകന്മാർ പല കാര്യങ്ങളിലും മനുഷ്യന്മാരോട് സഹായ സഹകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥനയല്ല. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? 80കളിൽ എഴുതി, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അപ്പുറത്തുള്ള കാര്യം, അത് ആ കാര്യങ്ങളിൽ സഹായം ചോദിച്ചാലേ പ്രാർത്ഥനയാകുള്ളൂ. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥന അല്ലാഹു അല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. ജിന്നുകൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ വിജനപ്രദേശത്ത് എന്ന വിജനമായ മരുഭൂമി, ആളില്ലാത്ത മരുഭൂമി, അവിടെ മലക്കുണ്ടാവും, ഉണ്ടായേക്കാൻ ഇടയുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ഹാളറായി പ്രസന്റായി അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നുകൾ, മലക്കുകൾ, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയ ചോദിക്കുന്നത്, പടച്ചവന്റെ മാത്രം കഴിവപ്പെട്ടതല്ല എങ്കിൽ അത് പ്രാർത്ഥനയല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ വളരെ വ്യക്തമായി ഈ വിഷയം അന്ന് പറഞ്ഞു. ഇപ്പൊ സുഹൃത്തുക്കൾ ഇത് വായിക്കാൻ കാരണം എന്താണെന്നറിയോ? ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഇന്നും ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. 2009 വിവാദം കത്തിയപ്പോ AP മുജാഹിദുകൾ ശബാബിലൊരു വാചകം എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചെറിയ മുണ്ടം അത് തന്നെ എഴുതി. അങ്ങനെ വിജനമായ പ്രദേശത്ത് വെച്ച് അങ്ങനെ പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞു, 2009 കഴിഞ്ഞു. വീണ്ടും നമ്മളെല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, മടവൂരികളെ നിങ്ങൾക്ക് ഇത് എതിർക്കാൻ കഴിയില്ല, ഇത് 80കളിൽ ഇറക്കിയതാണ്, KP ഉള്ള കാലത്ത് എഴുതിയതാണ്, ഉമർ മൗലവി ഉള്ള കാലത്ത് എഴുതിയതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട പൂനൂരിൽ അനീഫ് കായക്കൊടി ഒരു പുതിയ പ്രസംഗം അവതരിപ്പിച്ചു. ഇപ്പൊ കഴിഞ്ഞ വിശദീകരണങ്ങളിലുള്ള പ്രസംഗമൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ സലാം സുല്ലമിയുടെ വാദം കടമെടുത്തു. അബ്ദുസ്സലാം സുല്ലമി 2007 പറഞ്ഞെന്താ? ഉമർ മൗലവി പറഞ്ഞിരുന്ന തൗഹീദാണ് ഞങ്ങളുടേത്, അത് മടവൂരികളുടേത്. കുഞ്ഞീദ് മദനി പറഞ്ഞ തൗഹീദാണ് ഞങ്ങളുടേത്, നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു. അതേ വാദം കടമെടുത്തിട്ട് പൂനൂരിൽ ഒരു പ്രസംഗം അനീഫ് കായക്കൊടി നടത്തി. എന്നിട്ട് ഉമർ മൗലവിന്റെ ഒരു ക്ലിപ്പ് ഇട്ടു. എന്നിട്ട് ഉമർ മൗലവി പ്രാർത്ഥന വിശദീകരിക്കാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഉമർ മൗലവി പഠിപ്പിച്ച തൗഹീദിൽ നിന്നും ഇപ്പോൾ സക്കരിയ സലാഹി തെറ്റിപ്പോയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ചെറിയ മുണ്ടമ്പി എഴുതിയതിൽ ശിർക്കുണ്ട് എന്ന് ഉമർ മൗലവി പറഞ്ഞിട്ടില്ല. KP അന്ന് ബാലകൗതുകം വരെ, സൽമനാറും ഷവാബും മാത്രമല്ല ബാലകൗതുകം വരെ അരിച്ചു പെറുക്കി വായിക്കുന്ന ആളാ KP. അതെന്റെ അമാനത്ത് എന്നുള്ള നിലക്ക് അദ്ദേഹം അത് ഉൾക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ചോദ്യോത്തരം. എന്നിട്ട് KP പറഞ്ഞു അതിന് ശിർക്കുണ്ട്, ചെറിയ മുണ്ട എഴുതിയ മറുപടി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചിലർ പറഞ്ഞാൽ നീ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. 2002 മടവൂരികൾക്കിടയിൽ ആദർശ വ്യതിയാനം നമ്മൾ ഉന്നയിച്ചപ്പോ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊടുത്തു. പാലം പണി നമ്മൾ പറഞ്ഞു ആദർശ വ്യതിയാനമാണ്. സ്വാമിമാർക്ക് സ്വാഗതം പറഞ്ഞത് ആദർശ വ്യതിയാനമാണ്. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയ്യെ ലോകത്തിന്റെ അമ്മെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വലിയ വാർത്ത കൊടുത്തു വർത്തമാനത്തിൽ, അത് വ്യതിയാനമായിട്ട് നമ്മൾ പറഞ്ഞു. അസീസ് മൗലവി മങ്കട അമ്പലത്തിൽ തേങ്ങ കൊടുത്തത് പറഞ്ഞു. അപ്പൊ ശിർക്കിലേക്ക് പോയി എന്നല്ല, ശിർക്കിനെ നിസാരവൽക്കരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതെപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ശിർക്കിലേക്ക് പോയി, പിശാച് പൂജയിലേക്ക് പോയി, ശൈത്താൻ ആരാധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളല്ല പോയത്. ഞങ്ങള് സലഫി ലോകം പറയുന്നതേ പറയുന്നുള്ളൂ. നിങ്ങളാണ് ഇപ്പൊ ശിർക്കിനെ നിസാരവൽക്കരിച്ചത്. അന്ന് പോലും സുഹൃത്തുക്കളെ ചെറിയ മുണ്ടത്തിന്റെ ലേഖനം ഉയർത്തിക്കാട്ടിയിട്ടില്ല. ചെറിയ മുണ്ടം ശബാബിൽ എഴുതിയ പാലം പണിയെ നമ്മൾ വിമർശിച്ചു. അവസാന ജമിയത്തിന്റെ മീറ്റിംഗിൽ പറഞ്ഞു ഞാൻ സ്വന്തം അഭിപ്രായ പ്രകാരം എഴുതിയതാണ്, ആരും പറഞ്ഞിട്ട് എഴുതിയതല്ല.
ആരോടും ഞാൻ ന്യായീകരിക്കാനും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയുകയും അത് തീരുമാനാക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഇത് ശിർക്കായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ മൂവർ സംഘം പറയുന്നു ചെറിയമുണ്ട വൈദ്യത്ത് ശിർക്കാണ്. ഇന്നലെയോ മറ്റോ കോടമ്പുഴയിൽ മടവൂരികളും അഹ്സനിമാരും തമ്മിലുണ്ടായ വാദപ്രതിവാദത്തിൽ പലവട്ടം ചോദിച്ചപ്പോ അവസാനം പറഞ്ഞു ഇന്നിറങ്ങിയ ശബാബിൽ അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. 30 കൊല്ലത്തിന് ശേഷം 30 കൊല്ലത്തിന് ശേഷം അപ്പൊ വാദപ്രതിവാദത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ ചോദ്യം വരും, അവിടെ നിന്നൊന്ന് എഴുതിയേക്കണം. ആരെഴുതി? ചെറിയമുണ്ടല്ലോ കേട്ടോ. ഇപ്പൊ കിനാലൂരോ മറ്റോ ആരാണ് എഴുതുന്നത് എഡിറ്റോറിയൽ, അതിൽ എഴുതിയിട്ടുണ്ട് അത്ര, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ചെറിയമുണ്ടം എഴുതിയത് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മടവൂരികൾ ശിർക്കെന്ന് പറയുന്നത്, ഇവര് ശിർക്കെന്ന് പറഞ്ഞതും. ഇപ്പൊ വാദിക്കുന്ന എന്താണെന്നറിയോ? അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയമുണ്ടത്തിന്റെ കടമെടുത്തതാണ്. വാസ്തവത്തിൽ അതാണോ? അല്ല. നമ്മൾ മുമ്പേ പറഞ്ഞു വരുന്നൊരു സംഗതിയാണിത്. 2004 മണ്ണാർക്കാട് സംവാദം നടന്നു. മണ്ണാർക്കാട് സംവാദത്തിൽ സമദിയത്തുമായിട്ട് അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും വന്നു. 200ഓളം മുഖാമുഖം നടത്തിയ അഹങ്കാരത്തിലാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അവിടെ വെച്ച് യായിബാദെന്ന് ചോദിച്ചു. അതിന് ഈ ഉള്ളവൻ കൊടുത്ത മറുപടി എന്തായിരുന്നു? അന്ന് അനീഫ് കായക്കൊടിയുണ്ട്, മജീദ് സലാഹി ഉണ്ട്, അംസബാക്കവി ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അന്ന് കൊടുത്ത മറുപടിയാണ് സുഹൃത്തുക്കളെ ആദ്യമായി നിങ്ങളെ കേൾപ്പിക്കുന്നത്. 2004 കൊടുത്ത മറുപടി കേട്ടോളൂ. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, യുഎസ്എയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുൽ അവിടെ. ഹദീസുൽ വരിയിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിലുണ്ട്. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനായോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഹാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശരിക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ അപ്പൊ വിഷയം വളരെ വ്യക്തമാണ്. 80കളിൽ ചെറിയ മുണ്ടം എഴുതി, ആരും എതിർത്തില്ല. അതേ ആദർശം തന്നെയാണ് ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് 2004 മണ്ണാർക്കാട് ഞാൻ പറഞ്ഞത്. 8 കൊല്ലം ഇവിടെ കടന്നുപോയി. അതിനുശേഷം എത്ര സംവാദങ്ങൾക്ക് KJ എന്നെ അയച്ചു, ഇടമുട്ടത്ത് അയച്ചില്ലേ, ഒസങ്കടിയിൽ അയച്ചില്ലേ? എന്നോട് പറഞ്ഞോ സക്കരിയ ഇങ്ങനെ പറയാൻ പാടില്ല, ശിർക്കൻ വാദമാണെന്ന്? പറഞ്ഞിട്ടില്ല. കാരണം ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട ആദർശമല്ല, ചെറിയ മുണ്ടത്തിന്റെ മാത്രം വാദമല്ല. ലോക സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ ലജ്ന ദായിമയുടെ സൗദിയിലെ ഉന്നത പണ്ഡിത സമിതിയുടെ ഫത്വ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അധ്യക്ഷനായ ലജ്ന ദായിമ കൊടുത്ത ഫത്വയിൽ ഈ പറഞ്ഞ ഇബാദല്ലാഹ് എന്ന വിളി അത് പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്ന് സ്ഥാപിച്ചു എന്നാ പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കുക. എന്നിപ്പോ സലാഹി സംഗമം നടന്നു, അവിടെയും ആദർശ വിശദീകരണം തന്നെയാ. ഈ പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കൽ തന്നെയാ നടന്നത്. എല്ലായിടത്തും പതാ ജിന്ന് പറയാൻ പാടില്ല എന്ന് പറയും. ഈ കമ്മിറ്റി വന്നിട്ട് ജിന്നല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല.
അതിന്റെ അർത്ഥം എന്താ? ജിന്ന് പറയേണ്ട നേരത്ത് ഞങ്ങൾ പറയും, നിങ്ങൾ പറയണ്ട എന്ന് അതിന്റെ അർത്ഥം. അതല്ലേ ഇതിന്റെ അർത്ഥം? 2002 മുതൽ മടവൂരികൾ കുത്തിപ്പോക്കി ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട് ഇതുവരെയും അതിന് വ്യക്തമായ തീരു ഇന്ന് വരെയും KNM ദായിമാരെ വിളിച്ചുകൂട്ടിയിട്ട് മക്കളെ ഈ വിഷയത്തിൽ നിങ്ങൾ ഇന്നതാണ് പറയേണ്ടത്, ഇന്നത് പറഞ്ഞുകൂടാ, ഇന്നത് സ്വഹീഹാണ്, ഇന്നത് ദഈഫാണ് പറയാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. എന്താ കേരളത്തിലെ സെൽഫികൾക്ക് മാത്രം ഇതൊരു കീറാമുട്ടി? നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ മാത്രം ഇതൊരു കീറാമുട്ടിയാകാൻ കാരണം ലോകത്തെവിടെയൊക്കെ സെൽഫി സംഘടനകളുണ്ട്. ജമാഅത്ത് അൻസാർ സുന്ന ഇല്ലേ മിസ്രില്, ജമാഅത്ത് അൻസാർ സുന്ന ഇല്ലേ സുഡാനില്, അതുപോലെ ജമാഅത്ത് തൗഹീദ് എന്ന് പറയുന്ന സംഘടനകൾ അമേരിക്കയിലും മറ്റുമൊക്കെ ഇല്ലേ, അറബി ലോകത്തെ സെൽഫികളില്ലേ, സൗദി അറേബ്യയിലില്ലേ, ദുബായിലില്ലേ, UAE-യിലില്ലേ, കുവൈത്തിലില്ലേ, കുവൈത്ത് ജമിയത്ത് ഇഹ്യാത്തുൽ ഇസ്ലാമി ഇല്ലേ, അവർക്കൊന്നും ഇതൊരു കീറാമുട്ടിയായിട്ടില്ലല്ലോ. അവരുടെയൊക്കെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്താ നിലപാട് സ്വീകരിച്ചത് അത് തന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റാൻ പാടില്ല, ഇത് മാറ്റണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനം. നിങ്ങൾ നോക്കൂ, ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, സുഇല ശൈഖുനാ അൻ ഹദീസ് യാ ഇബാദല്ലാഹി ഇഹ്ബിസു. വാഹന മൃഗം നഷ്ടപ്പെട്ട് വിജന സ്ഥലത്ത് വെച്ച് അപ്പോൾ ഉറക്കെ വിളിച്ചു പറയണം, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ പിടിച്ചു വെക്കണം. ഇത് പല റിപ്പോർട്ടുകളിൽ ഒന്നാണ്. ഇബാദുള്ളാഹിറ്റ് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെ കുറിച്ച് ശൈഖിന്റെ മറുപടി എന്താ? മഹല്ലു നദറിൻ ഫീ സിഹ്ഹതിഹി, അത് സഹീഹാണോ എന്ന കാര്യം സംശയമാണ്, അത് ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ദുർബലമാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. വഖദ് യകൂനു മിനൽ മലായികത്തി വമിൻ മുഅ്മിനി അൽ ജിന്നി. ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആയിരിക്കും. വഹാഉലായി ഹാദിറൂൻ, ഇവർ ഈ വിഭാഗങ്ങൾ അവിടെ ഹാജറുള്ളവരാണ്, പ്രസന്റ് ആണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, ഇതൊരിക്കലും മറഞ്ഞവരോടുള്ള പ്രാർത്ഥനയല്ല, അതുകൊണ്ട് അത് ശിർക്കുമല്ല. കണ്ടോ? അപ്പൊ ശൈഖ് ഇബ്നു ബാസിന്റെ ഈ ഫത്വ മൂടി വെച്ചിട്ടാണ് ലജ്നാ ദായിമ ഇതിനെതിരായി ഫത്വ കൊടുത്തിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത്. ഞാൻ 2-3 സ്ഥലത്ത് വായിച്ചപ്പോ അനീഫ് കായക്കോടിയും അബ്ദുറഹ്മാൻ സലഫിയും മറുപടി പറയാൻ ശ്രമിച്ചെന്താറിയോ? അത് ശൈഖ് അവരുകൾ സ്വന്തം കൈകൊണ്ട് എഴുതിയ ബുക്കല്ല. കണ്ണ് കാണാത്ത ഇബ്നു ബാസ് കൈകൊണ്ട് എഴുതോ സലഫി? എന്താ ഈ പറയണത്? വേറെയുള്ള കിതാബൊക്കെ ഒരു കൈകൊണ്ട് എഴുതിയതാ. അപ്പൊ മൂപ്പർക്ക് അത് ഫത്വ സഹിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇനി പറയാണ് ഇബ്നു ബാസ് കൈകൊണ്ട് എഴുതിയല്ല. കണ്ണ് കാണാത്ത ഇബ്നു ബാസ് ഒന്നും കൈകൊണ്ട് എഴുതിയിട്ടില്ല. അനീഫ് കായക്കോടി സ്ഥലത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കായക്കൊടി ഇമാം ഷാഫിയുടെ അല്ലും ആരെഴുതിയതാ? നിങ്ങളല്ലേ ഇമാം ഷാഫിയുടെ എന്തെന്ന് പറഞ്ഞ തലശ്ശേരി സംവാദത്തിൽ വായിച്ചത്? ഇമാം ഷാഫി എഴുതിയതാ? ശിഷ്യന്മാര് പിൽക്കാലത്ത് ക്രോഡീകരിച്ചതല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ വളരെ വ്യക്തമാണ്, ഇബാദുള്ളയിൽ ശിർക്കില്ല, പ്രാർത്ഥന ഇല്ലാന്ന് ഈ അടുത്ത് മരിച്ചുപോയി ഇബ്നു ബാസ് വരെ പറഞ്ഞ് ഇത് മറച്ചു വെക്കാണ്. ഇത് ഇവർക്ക് കൊടുത്ത ഫോട്ടോസ്റ്റാറ്റിലില്ല. അപ്പൊ ഇന്നലെ ജാമ്യയിൽ ഇന്നലെയൊക്കെ വിതരണം ചെയ്ത ഫോട്ടോസ്റ്റാറ്റിൽ ഇതില്ല. ചെറിയ 2 വരി ഫത്വ ഇല്ല. എന്നിട്ട് ജജിനന്റെ ഫത്വ വായിച്ച് തെറ്റിദ്ധരിപ്പിക്കാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ 2004 നമ്മൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അത് തിരുത്താൻ പാടില്ല എന്നാണ് KJU നിലപാട്. KJU യോഗത്തിൽ ഞാൻ പറഞ്ഞതായി എന്റെ നിലപാട്. ഇത് നമ്മൾ മാറ്റാൻ പാടില്ല. ലോകത്തുടനീളമുള്ള സലഫി സംഘടനകൾ പറയുന്നതിന് വിരുദ്ധമായി നമ്മൾ കേരളത്തിൽ 4 ആള് മാത്രം ഇങ്ങനൊരു പുതിയ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അതാ ഞാൻ പുറത്തു വരാനുണ്ടായ കാരണം. അത് പറ്റൂല, അബ്ദുറഹ്മാൻ സലഫി എഴുതിക്കൊണ്ടെന്നതിൽ ഒപ്പിടന്നെ വേണം എന്ന്. നോക്കുകൾ, ചെറിയ മുണ്ടം പറഞ്ഞത് ശിർക്കാണെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെ ഖുർആൻ പരിഭാഷയാണ് ഇപ്പൊ നാട് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നത്. 10,000-കണക്കിന് കോപ്പിയ സൗദിയിൽ അച്ചടിച്ചിട്ട് ഹാജിമാരായ മലയാളികൾക്ക് വിതരണം ചെയ്യുന്നത്. നമ്മൾ സെലഫികളാണെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടുത്തെ പണ്ഡിതന്മാർ അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ മുശ്രിക്കിന്റെ ഖുർആൻ പരിഭാഷ ഉപയോഗിക്കാൻ പറ്റുമോ? സ്നേഹസംവാദം മാസികയില് അമുസ്ലിങ്ങൾ കൂടി തൗഹീദ് പഠിപ്പിക്കുന്ന മാസികയാണ്. അതിന് ഫത്വ കൊടുക്കുന്നത്, ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ചെറിയ മുണ്ടാണ്. ഈ മുശ്രിക്കിന് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? മടവൂരികളും മറുപടി പറയണം, നവമടവൂരികളും മറുപടി പറയണം. എന്താ സംഭവിച്ചത്? ആരെയാണ് ശിർക്കാരോപിച്ചത്? ഇപ്പൊ ശൈഖ് ഇബ്നു ബാസ് മുശ്രിക്കായിപ്പോയി. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം മുശ്രിക്കായിപ്പോയി. കാരണം എന്താ? അദ്ദേഹം ഒരു യാത്രയിൽ വഴിതെറ്റി മരുഭൂമിയില്. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാഹ് ദുല്ലൂനാ അല തരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വഴിയിലെത്തിച്ചേർന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫി പറയാണ് അത് മനുഷ്യനെ ഉദ്ദേശിച്ചത്. മനുഷ്യനെ ഉദ്ദേശിച്ച അതൊരു വാർത്ത. ആളില്ലാത്ത സ്ഥലത്ത് മൂപ്പര് പറയാണ് മണ്ടിയേരിയോ കേട്ടോ. അങ്ങനെയല്ല പറയേണ്ടത്. യാ അല്ലാഹ് എന്നാ പറയേണ്ടത്. യാ അല്ലാഹ് എന്നാ വിജനസ്ഥലത്ത് പറയേണ്ടത്. യാ റഹ്മാൻ എന്നാ പറയേണ്ടത്. യാ ഇബാദല്ലാഹ് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? ഹദീസ് ദുർബലമാണ്. ഇമാം അഹ്മദ് ചെയ്തതും ഇമാം നബവി ചെയ്തതൊക്കെ ഹദീസ് സഹീഹാണെന്ന വിചാരത്തിലാ. പക്ഷെ സഹീഹാണെങ്കിൽ പോലും അതിൽ പ്രാർത്ഥന ഇല്ല. അതാ നമ്മളെ വിഷയം.
മുസ്ലിയാക്കന്മാർ അഹമ്മദ് ബിൻ ഹംബലിന്റെ ഇസ്തിഗാസ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കൊണ്ടുവരും. നമ്മൾ ചോദിക്കും, മുസ്ലിയാരെ നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസ എവിടെ? ശബ്ദം കേൾക്കുന്ന പരിധിയിൽ മലക്കോ ജിന്നോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിൽ പ്രാർത്ഥനാഭാവമല്ല, അഭൗതിക വിശ്വാസമല്ല. ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഇവിടെ ഉണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇമാം അഹമ്മദ് വിളിച്ചത്. അല്ല, അവർ മനുഷ്യരാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി ഒരു പൊട്ടക്കിണറ്റിൽ വീണു നിൽക്കുക, എന്നിട്ട് വണ്ടി ഏറിയോന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ആരൊക്കെ ഒച്ച കേട്ടിട്ട് പിടിച്ചു കയറ്റി. ഇയാൾ ചെന്നിട്ട് അനീഫ് കായക്കൊടിയോട് പറയാണ്, അനീഫ, ഇതൊരു ചരിത്ര സംഭവമാണ്, ഇത് രേഖപ്പെടുത്തണം, അടുത്ത തലമുറകൾ വായിക്കട്ടെ. ഒറ്റപ്പെട്ട സ്ഥലത്ത് അബ്ദുറഹ്മാൻ സലഫി പൊട്ടക്കിണറ്റിൽ വീണു, വണ്ടിയേരിയോ എന്ന് പറഞ്ഞ് ആളുകൾ വന്നു, കൈപിടിച്ചു കയറ്റി. അത് എഴുതി വെക്കണം, ചരിത്ര വിദ്യാർത്ഥികൾ വായിക്കട്ടെ. അതിൽ വല്ല അത്ഭുതമുണ്ടോ? അത് എഴുതി വെക്കേണ്ട വിഷയമുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, മനുഷ്യനാണ് ഉദ്ദേശമെന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയതാണ്. മലക്കുകളും ജിന്നുകളുമാണെന്ന് എത്രയോ സലഫി പണ്ഡിതന്മാര് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊന്നും ഇപ്പൊ ഇവർക്ക് പറയാൻ ധൈര്യമില്ല. ലൈസ ഹുവ മിൻ ജിൻസിൽ ഇസ്തിആനത്തി ശിർകിയ്യ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങളിലുള്ള സഹായാർത്ഥന ശിർകിയായ സഹായാർത്ഥന അല്ല അത് എന്ന് അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ലാ അൽ ബറാഹിനുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അല്ലാമ അഹ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഈസ അദ്ദേഹം പറഞ്ഞു, ഫഖദ് ജഅലല്ലാഹു ഇബാദൻ മിനൽ മലായികതി ഔ സാലിഹി അൽ ജിന്നി. അല്ലാഹു അവിടെ അവന്റെ അടിമകളിൽപ്പെട്ട മലക്കുകളെ അല്ലെങ്കിൽ സാലിഹായ ജിന്നുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വിളി ഇങ്ങനെ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ കേൾക്കുന്ന പരിധിയിൽ അല്ലാഹ് മലക്കുകളെ ജിന്നുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ ഇബ്നു സഹ്മാൻ അദ്ദേഹത്തിന് അസ്സവാഇഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വഅലാ തഖദീരി സുഹതിഹി ഇന്നമാ യുഫീദു നിദാഅ ഹാദിരിൻ. ഹദീസ് ദുർബലമാണ്. ഇനി സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഹാജറുള്ളവരെ വിളിക്കുന്നത് മാത്രമേ ആ ഹദീസ് അറിയിക്കുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതെത്രയുള്ളൂ, കനിദാ സൈദിൻ അംറൻ, സൈദ് അംറിനെ വിളിക്കുന്നത് പോലെയാണ്. ലിയുംസിക ദാബത്തൻ ഔ ലിയുർജിഅഹ, തന്റെ വാഹനമൃഗത്തെ പിടിച്ചു വെക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ. എന്നിട്ടോ അദ്ദേഹം പറയാണ്, ഔ ലിയുനാവിലഹു മാഅൻ ഔ തആമൻ, വെള്ളമോ ഭക്ഷണമോ എനിക്ക് തരൂ എന്ന് പറയുന്നത് പോലെയാണ്. ഔ നഹബദാലിക വഹാദാ മിമ്മാ ലാ നിസാഅ ഫീഹി, ഇത് തർക്കമുള്ള കാര്യമല്ല. ഗായത്ത് മാ ഫിൽ ബാബി അന്ന അംറൻ മസലൻ മഹ്സൂസുൻ, ഇതിലുള്ള എത്രയുള്ളൂ, അംറാവുമ്പോൾ നമ്മൾ കാണുന്ന ആളാണ്. വഹാഉലാഇ ലാ യുറൗന, ഇവർ കാണപ്പെടുകയില്ല. ലിഅന്നഹും ഇമ്മാ മുസ്ലിം വൽ ജിന്നി, ഒന്നുകിൽ മുസ്ലിം ജിന്നുകളാണ്, ഔ മലായികത്തും മുക്കല്ലിമൂന, അല്ലെങ്കിൽ സംസാരിക്കുന്ന മലക്കുകളാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ പല പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. ഞാനിതൊക്കെ പറിച്ചെന്താ വെച്ചാൽ, അങ്ങനെ ഒരു കിതാബിനുമില്ല, മലക്കാന്നും ചെന്നാന്നു ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഷെയ്ഖ് മഹ്മൂദ് ശുക്രി അൽ ആലൂസി റഹിമഹുല്ലാ, അദ്ദേഹം നമ്മുടെ തഫ്സീർ എഴുതിയ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ മന്നാൻ തത്തിമത്തു മിൻഹാജ് തഅ്സീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹൗലാഇ ലാ യുറൗൻ ലിഅന്നഹും മിമ്മാ മുസ്ലിം വൽ ജിന്നി ഔ മലായികത്തും മുവക്കലൂൻ ലാ നിദാഅ അലാ ഷൈഇൻ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അതുപോലെ അബ്ദുർ റഊഫുൽ മനാബി പറഞ്ഞു, ഇൻസിയന്നൗ ജിന്നിയന്നൗ മലക്കൻ ലാ യഗീബു. അതുപോലെ അല്ലാമ ഹമദ് ബിൻ നാസിർ പറഞ്ഞു, ഐ സാലിഹി അൽ ജിന്നി അവിൽ മലായിക ഔ മിമ്മൻ ലാ യഅലമുഹു. അതൊക്കെ ഞാൻ വായിച്ചത് എന്തിനാറിയോ, ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല, മലക്കും ജിന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറയുന്നേ, അഹ്ലുസുന്നത്തിന്റെ കിതാബുകളിലേക്ക് മടങ്ങണം ഇൽമു പഠിക്കാൻ. അതാണ് സലഫു സാലികളുടെ ചര്യ കടന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്കറിയോ, ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലുണ്ട് ഹദീസ്. പലത് പുതിയതായി കൊണ്ടുവന്ന ഹദീസൊന്നല്ല. അദ്ദേഹം മൃഗം വഴിതെറ്റിയാൽ പറയേണ്ട ദിക്റുകളുടെ കൂട്ടത്തിലാണ് എണ്ണിയത്. അത് കഴിഞ്ഞ് ഇമാം ബൈഹഖിയുടെ അൽ ആദാബ്, ഇമാം ബൈഹഖിക്ക് എത്ര പൗരാണികനാണ് സുഹൃത്തുക്കളെ. 458 അദ്ദേഹം മരിക്കുന്നത്, 5-ാം നൂറ്റാണ്ടില്. അദ്ദേഹം പറയുന്നത് എന്താ, ഹാദാ മൗഖൂഫുൻ അല ഇബ്നു അബ്ബാസ്, റസൂൽ വരെ എത്തുന്ന ഹദീസ് അല്ല ഇത്, ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണ്. അതേസമയം മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാർ മുൻകാലത്ത് ഇത് പ്രവർത്തിച്ചവരാണ്. അവർ ശിർക്ക് പ്രവർത്തിച്ചപ്പോൾ സലഫ് സാലിഹീങ്ങളെ പറ്റി പറയണത്. ബൈഹഖി ഇത് പറയുമ്പോൾ ആരെ പറ്റിയാ, താബികൾ താബികൾ പോലുള്ളവരെ പറ്റിയാ പറയുന്നത്. ഇമാം അഹ്മദ് അതനുസരിച്ച് പ്രവർത്തിച്ചില്ലേ? വേണ്ട, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് കലിമു തയ്യിബ് എന്ന പ്രാർത്ഥനാ ഗ്രന്ഥത്തിൽ ഇത് കൊടുത്തില്ലേ? 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തൗഹീദിന്റെ നേതാവല്ലേ അദ്ദേഹം? അദ്ദേഹത്തിന്റെ ശൈഖ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ 751 ഹിജ്റയിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിൽ വാബിലു സയ്യിബിലില്ലേ, ഇബ്നുൽ ഹാജിൻ അൽ മദ്ഖലിലില്ലേ,
അതുപോലെ തന്നെ ഇമാം നവവിയുടെ അൽ അദ്കാറിലില്ലേ നവവി ഇത്ര കൂടി പറഞ്ഞു, ഹഖാലി ബഅദ് ശയൂഖിനൽ കിബാർ ഫിൽ ഇൽമി അൻഹു ഫലതത് ലഹു ദാബത്തൻ അള്ളുഹാ ബഗലതൻ. എന്റെ ചില ശൈഖ് വലിയ വലിയ ഗുരുനാഥന്മാരിൽ നിന്നും എനിക്ക് ഇങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് അവരുടെ ഒരു വാഹന മൃഗം തെറ്റിപ്പോയി, കൈവിട്ടുപോയി. ഒരു കോവർ കഴുതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വകാന യഅരിഫു ഹാദൽ ഹദീസ്. അപ്പൊ ആ ശൈഖ് അദ്ദേഹത്തിന് ഈ ഹദീസ് ഓർമ്മ ഉണ്ടായിരുന്നു. ഫഖാലഹു, അദ്ദേഹം അത് പറഞ്ഞു, യാ ഇബാദല്ലാഹി ഹിബ്സുന ഫഹബിസഹല്ലാഹു അലൈഹിം ഫിൽ ഹാൽ. അല്ലാഹ് അവിടെ പിടിച്ചു വെച്ച ആ സമയത്ത്. ഇനി നവവി എന്നെ പറയാം, വകുന്തു അന മററതൻ മഅ ജമാഅത്തിൻ, ഞാനൊരു സംഘത്തോടൊപ്പമായിരുന്നു. ഫംഫലത്തു മിന്നാ ബഹീമത്തുൻ വഅജസു അന്നാ, എന്റെ ഒരു മൃഗം ഒളിച്ചോടിപ്പോയി, കൈവിട്ടുപോയി. അങ്ങനെ കിട്ടാതെയായപ്പോൾ ഫഖുൽതുഹു, ഞാൻ ഈ വാക്ക് പറഞ്ഞു. ഫവഖഫ്തു ഫിൽ ഹാൽ ബിഗൈരി സബിൻ സിവാ ഹാദൽ കലാം, ഈ വാക്കല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വാഹന മൃഗം അവിടെ വന്നു നിന്നു. ഇത് ഇമാം നവവി പറഞ്ഞത് മൂവാറ്റുപുഴ സംവാദത്തിൽ ചോദിച്ചു, അത് ശിർക്കന്നെ, നവവി ചെയ്തത് ശിർക്കന്നെ. അവസാനം പറഞ്ഞു, ഇതാ ഇമാം ഷൗക്കാനി, നിങ്ങൾ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതി കേന്നം പ്രസിദ്ധീകരിച്ച സലഫി പ്രസ്ഥാനത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ അൾജീരിയയിലും മറ്റും ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം പ്രചരിപ്പിച്ച സാക്ഷാൽ വഹാബി എന്ന് നിങ്ങളെ കേന്നമ്പിന്റെ ബുക്കിൽ പറഞ്ഞ ഷൗക്കാനി, അദ്ദേഹം ഇതാ പറയുന്നു, വഫിൽ ഹദീസ് ദലീലുൻ അലാ ജവാസിൽ ഇസ്തിആനതി ബിമൻ ലാ യറാഹുൽ ഇൻസാൻ, മനുഷ്യർ കാണാത്ത, കണ്ണിൽ കാണാത്ത ആളുകളോട് സഹായം ചോദിക്കുന്നത് ജായിസാണെന്ന് ഇതിൽ തെളിവുണ്ട്. ആരൊക്കെ? മിൻ ഇബാദില്ലാഹി മിനൽ മലായിക, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട മലക്കുകൾ, വസാലിഹി അൽ ജിന്നി. അമൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഹദീസ് ദഈഫാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷെ സഹീഹാണെങ്കിൽ പോലും അവർ ചെയ്തതിൽ ശിർക്കില്ല. ചില ആളുകൾ ചോദിക്കുന്നു, ഇമാമിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ അത് സ്വീകരിക്കണോ? നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവരെ മുശ്രിക്കാക്കി ചിത്രീകരിക്കണ്ട. ഇമാം നബി ശിർക്ക് ചെയ്താൽ ഞങ്ങളത് പറയും.
ഇമാം ഷൗക്കാനി ശിർക്ക് ചെയ്താൽ ഞങ്ങളത് പറയുമെന്നൊക്കെയാണ് മൂവാറ്റുപുഴ സംവാദത്തിൽ പറഞ്ഞത്. ഷൗക്കാനിയെ സംബന്ധിച്ച് ഒരു കൊല്ലം മുമ്പ് വരെ ചോദിച്ചപ്പോ അനസ് മുസ്ലിയാർ എന്താ മറുപടി കൊടുത്തെന്ന് ഞാനിവിടെ ക്ലിപ്പിട്ട് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയോ? മുൻഗാമികളായ ആരും ഇത് കാണാത്തതല്ല ഈ ഹദീസ്. ചില ആളുകൾ ഇവിടെ ലഈഫായ ഹദീസിനെ പറ്റി എന്തിനാ ചർച്ച? ലഈഫായ ഹദീസിനെ പറ്റി എത്ര പുസ്തകത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്? KPയുടെ അത്തവസ്സുൽ എത്ര ലഈഫായ ഹദീസിനെ പറ്റി ചർച്ച ഉണ്ട്? അൽ ഇസ്തിഗാസ എത്ര ലഈഫായ ഹദീസിനെ പറ്റി ചർച്ച ഉണ്ട്? അപ്പൊ എതിരാളികൾ തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ചർച്ച ചെയ്യും, അതിന്റെ സനദും മത്തിനും ഒക്കെ ചർച്ച ചെയ്യും. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് ലഈഫ, ദുർബല ഹദീസുകളുടെ സീരീസ് പുസ്തകം, 6000-ഓളം ഹദീസുകൾ ഇസ്ലാമിക ലോകത്ത് പ്രചരിച്ചിട്ടുള്ള 6000-ഓളം ദുർബല ഹദീസുകൾ അദ്ദേഹം ഗ്രന്ഥങ്ങളിലാക്കി. എന്തിനു വേണ്ടി? ഇതാ ഇങ്ങനത്തെ കള്ള ഹദീസുകളെ പേടിക്കണം, സൂക്ഷിക്കണം, ഇത് അമലിൽ കൊണ്ടുവരരുത് എന്ന് പറയാൻ വേണ്ടി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വക വിഷയങ്ങളിലൊക്കെ ലോകത്തുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ നിലപാടെന്തോ അതുതന്നെയായിരുന്നു ഇത്രകാലവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ആ നിലപാട് മാറ്റി തൗഹീദിൽ ഒരു പുതിയ തിരുത്തൽ വരുത്തണമെന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ 2007 ഏപ്രിൽ എഴുതിയ ഇസ്ലാഹ് മാസിക, അതിൽ ശിർക്കുണ്ട് എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്നവർ അവർ തന്നെ നേരത്തെ അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞവരാണ്. നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആദർശ വിശദീകരണത്തിൽ അതിന്റെ മാനദണ്ഡം ഒന്ന് പറയണം. അന്ന് ശിർക്കില്ല എന്ന് പറഞ്ഞത് എന്തു മാനദണ്ഡത്തിന്റെയും ഏത് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ അതിൽ ശിർക്കുണ്ടെന്ന് യോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിനെ പോലെ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാര്യം ശിർക്കാണെന്ന് പറഞ്ഞത് പിന്നെ ശിർക്കല്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യൽ ശിർക്കാണ്, കോടതി പോലെ ശിർക്കാണ്, പിന്നെ ശൂറ കമ്മിറ്റി കൂടി ശിർക്കല്ല എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ വിമർശിക്കുന്നവരല്ലേ? അങ്ങനെ ഇസ്ലാമിന് ശിർക്കായ ഒരു കാര്യം പിന്നെ ശിർക്കല്ലാതാവോ എന്ന് ചോദിക്കുന്നവരല്ലേ നമ്മൾ? ഇനി നമുക്കത് ചോദിക്കാൻ കഴിയോ? നിങ്ങൾ കേട്ടോളൂ, അനസ് മൗലവി അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഈ വാചകത്തെ അമ്പലക്കടവ് ഫൈസി കോട്ടി മാറ്റിയപ്പോ അതിന് ക്ലിപ്പിട്ട് മറുപടി പറയുന്നത് കേട്ടോളൂ. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അത് ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിലൂടെ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസ് നമ്മൾ അറിഞ്ഞ പോലെ മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ രക്ഷയില്ല, മരിച്ചു പോകാനേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാൽ മരുഭൂമി ചുട്ടുകൊള്ളുന്ന മണൽക്കാടാണ്, ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശമാണ്. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോട് നമുക്ക് ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാണ്. ഇപ്പൊ പറഞ്ഞു അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുന്നു. കളവ് ഒരു വാചകത്തിന്റെ തുണ്ടുത്തരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിൽ ഒരു തുണ്ട് തെളിവുത്തരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതൊട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം, ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ, അങ്ങനെ വാദിക്കണത്രേ. കണ്ടോ ഈ മറുപടി? ഇനിയിപ്പോ അദ്ദേഹത്തിന് പറയാൻ കഴിയോ? ഇനിയിപ്പത്തെ SKSSFന്റെ ഓഫീസിൽ പോയിട്ട് പറയണം, ഉസ്താദേ നിങ്ങളാ പറഞ്ഞത് കളവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കളവാണ്, സത്യം എന്നാണ് എന്ന് പറയണം. കാരണം ഇപ്പൊ ഇവർ പറഞ്ഞത് ശിർക്കുണ്ട് എന്നാണ്. അമ്പലക്കടവ് എന്തു പറഞ്ഞു അതാണ് ഇപ്പൊ അനസ് മുസ്ലിയാരി പറയുന്നത്. ഇനി കേട്ടോളൂ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല, എന്റെ മൂപ്പരിന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകത കേട്ടോളൂ. പറയുന്നത് വെച്ചാൽ അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളൂ, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിന് സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയിൽ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല.
എന്താ തെറ്റതില്? ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്തേ മൂപ്പര് പറഞ്ഞത്? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മൽക്കുണ്ടെങ്കിൽ മൽക്കും കേട്ടോട്ടെ, മനുഷ്യണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ന്യായീകരിച്ചെന്താ മഞ്ചേരി വന്നിട്ട് അറിയോ? ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ ആ വാചകത്തിൽ നിന്ന് ഒരു കാര്യം മാത്രമേ വിമർശിച്ച് മറുപടി പറഞ്ഞിട്ടുള്ളൂ. അതായത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥിക്കേണ്ടതാണെന്നോ തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ അതിന് കിട്ടൂല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ വാചകത്തിന് ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞതെന്താ? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മൽക്കുണ്ടെങ്കിൽ മൽക്ക് കേട്ടോട്ടെ. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശാണ്. ഇത് മാത്രമല്ല, അഭൗതികം, കാര്യകാരണ ബന്ധം, അതൊക്കെ ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട്. ബാക്കി കേട്ടോളി. ഇവര് ചോദിക്കാണ്ട് ചോദ്യം എന്ത്? യാ ഇബാദല്ലാഹ് എന്നില്ലേ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ അറീഫ് അറീഫ് എന്ന് ചോദിച്ചില്ലേ? അറീഫ് അറീഫ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദ് മറുപടി വരാം. വീണ്ടും വെല്ലു വയ്ക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും നിർത്തീനി ബി അർശിഹ, ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദ് മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. മാത്രല്ല, അന്ന് ശബാബിൽ എന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ്, 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട്. ഇത് ഞാൻ നേരത്തെ വായിച്ച പുസ്തകമാണ്. ഇവര് വായിപ്പിച്ച് സമയം കളയണ്ട. അപ്പൊ ആ പുസ്തകം ഉദ്ധരിച്ച് മൂപ്പര് പറയാണ്, എതിരാളികൾ ചോദിക്കലുണ്ട്, യാ ഇബാദല്ലാഹില്ലേ, ആജറ ബീവി അഗിസ് അഗിസ് എന്ന് സഫാമറിന്റെ ഗതിയിൽ ഒച്ച കേട്ടപ്പോ ചോദിച്ചില്ലേ? സുലൈമാൻ നബി ജിന്നോട് സംസാരിച്ചില്ലേ? അതൊക്കെ ശിർക്കല്ലേ? അതിനൊക്കെ മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും അഭൗതികതല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധികം ചോദ്യത്തിലില്ല. അനസ് മുസ്ലിയാർ മറുപടി കൊടുത്തു എന്നല്ല, മുജാഹിദ് പ്രസ്ഥാനം കൊടുത്ത മറുപടിയാണ്. ആ മറുപടി ഇപ്പോൾ തിരുത്തി എന്നാ പറയുന്നത്. അതിൽ പ്രാർത്ഥന ഉണ്ടെന്ന് പറയണം. യാ ഇബാദല്ലാഹ് എന്ന അത് ദുആയാണ്, ശിർക്കാണ്. അഗിസ് അഗിസ് എന്ന ആജറാബി പറഞ്ഞത് ശിർക്കാണ്. ആരൊക്കെയൊക്കെ മുശ്രിക്കാവുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മൗഖൂഫായ റിവായത്താണിത്. മലക്കുകളാണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന റിവായത്ത് ഇബ്നു അബ്ബാസ് വരെ എത്തുന്ന സനദ് ഹസനാണെന്നാ ശൈഖ് അൽബാനി പറയുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുശ്രിക്ക്, ഹാജറാബി മുശ്രിക്ക്, സുലൈമാൻ നബി മുശ്രിക്ക്, ഇമാം അഹ്മദ് മുശ്രിക്ക്. ഈ മൂവർ സംഘം മാത്രം ഉണ്ടാക്കും മുശ്രിക്കല്ലാത്ത ലോക സലഫി പണ്ഡിതന്മാരൊക്കെ മുശ്രിക്ക്. അബ്ദുസ്സലാം സുല്ലമികളെ ശിർക്ക് ആരോപണം ഇടവും വലവും നോക്കാതെ ഏറ്റുപിടിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗതികേടാണിത്. ഇനിയിപ്പോ മടവൂരിനോട് പോയി മാപ്പ് പറയണ്ടേ? 2007 മുതൽ ഞങ്ങൾ നിങ്ങളോട് ശിർക്കാണെന്ന് പറഞ്ഞത് പൊറുക്കണേ എന്ന് അവരുടെ മർക്കൽത്താവിന്റെ മുമ്പിൽ പോയി കൂട് കെട്ടിയിട്ട് അബ്ദുസലാം സുല്ലമിയോടും അതുപോലെ അലിമദനിയോടും കരിമ്പലാക്കലിനോടും മറുപടി പറഞ്ഞോളൂ, മാപ്പ് ചോദിച്ചോളൂ. നിങ്ങൾ കാരണം കുമ്പസാരം ജാമ്യയിൽ മാത്രം നടത്തിയാൽ പോരാ, മർക്കത്ത് ദേവയിൽ നടത്തണം, SKSSF ഓഫീസിൽ നടത്തണം, അലിമദിന്റെ മുറയൂരെ പരിയിൽ പോയിട്ട് നടത്താം. എവിടെയൊക്കെ നടത്തണം നിങ്ങൾ കുമ്പസാരം? ഇസ്ലാമികമായ ഒരു ആദർശം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു ആദർശം ഒരു കൂട്ടരങ്ങ് തിരുത്തുക. ആരവരെ തിരുത്താൻ ഏൽപ്പിച്ചത്? എന്നിട്ട് അവരങ്ങോട്ട് തൗബ ചെയ്തിട്ട് ആളുകളിലേക്ക് കണ്ടിറങ്ങുക, മറ്റുള്ളവരൊക്കെ അത് സ്വീകരിച്ചോളണം. മൂപ്പര നിലപാടെന്താ? അതായിരിക്കണം പ്രസ്ഥാനത്തിന്റെ നിലപാട്. കുറെ കാലം മൂപ്പര് ഇടതുപക്ഷ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി AKPCT ഉണ്ടാക്കാൻ വേണ്ടി നടന്നു. അപ്പൊ മൂപ്പര് ഇടതുപക്ഷത്തിന്റെ ആളാണ്. ഇപ്പൊ ലീഗിനെ കൂട്ടുപിടിച്ചിട്ട് സ്വന്തം ജ്യേഷ്ഠനെ പോലും പാര വെച്ചിട്ട് എപിനെയും ടിപിനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം കിട്ടി. ഇപ്പോ ലീഗുകാരെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള വർത്താനങ്ങൾ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല ഇത്. ഇസ്ലാഹി പ്രസ്ഥാനം ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക വിരോധമോ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക വിധേയത്വമോ ഒന്നുമില്ല. എല്ലാവരും മുജാഹിദ് പ്രസ്ഥാന പ്രവർത്തകരൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കി സ്വന്തം നിലയ്ക്ക് ആര് കോട്ടിക്കണമെന്ന് തീരുമാനിക്കലാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറേ ഇല്ല. ഈ രീതിയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റേത്. ഇയാൾ അവിടെയും പുതിയ പുതിയ നിലപാടുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും സുഹൃത്തുക്കളെ ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കണമെന്നോ അള്ളാഹല്ലാത്തവരെ വിളിക്കണമെന്നോ. ഈ ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചതും ഇതൊക്കെ കേൾപ്പിച്ചതും അവരാരും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാനാണ്.
എടവണ്ണയിൽ വെച്ച് ഹനീഫ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇമാമിങ്ങൾ ചെയ്തത് പറയുന്നത്? അവർ ശിർക്ക് ചെയ്തു എന്ന് പറയാനാണോ? വസീലത്ത് ശിർക്ക് ചെയ്തു എന്ന് പറയാനാണോ? ഹറാമാണെന്ന് പറയാനാണോ? ചെയ്യണമെന്ന് പറയാനാണോ? ചെയ്യരുതെന്ന് പറയാനോ? ആശയക്കുഴപ്പമുണ്ടാക്കുക. ആളുകളാകെ ബേജാറായി പോകും. അവരാരും ചെയ്തത് ശിർക്കല്ല എന്ന് പറയാൻ ഒരൊറ്റ വാക്കേ പറയേണ്ടുള്ളൂ. അത് പറഞ്ഞ ആശയക്കുഴപ്പമുണ്ടാവില്ലല്ലോ. ആശയക്കുഴപ്പമുണ്ടാക്കി ആളുകളെ ബേജാറാക്കി കൂടെ നിർത്തലുള്ള പരിപാടി. ഇമാമിങ്ങൾ ചെയ്തത് ഹദീസ് സഹീഹാണെന്ന നിലക്കാണ്. പക്ഷെ ഹദീസ് ദഈഫായതുകൊണ്ട് നമുക്കതിൽ മാതൃകയല്ല. അതുകൊണ്ട് വിജനസ്ഥലത്തും ജനസ്ഥലത്തുമൊക്കെ യാ അല്ലാ എന്നാണ് വിളിക്കേണ്ടത്. വണ്ടിയേരിയോ നല്ല വിളിക്കേണ്ടത്. യാ ഇബാദല്ലാ നല്ല വിളിക്കേണ്ടത്. ചില ആളുകൾ ചോദിക്കാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ എന്ന് ചോദിക്കാൻ. എന്നിട്ടോ വിജനസ്ഥലത്ത് അല്ലാഹ് പോരെ, മരുഭൂമിയിൽ അല്ലാഹ് പോരെ. അപ്പൊ അല്ലാഹ് പോരാ എന്ന് ഇവിടെ ആരൊക്കെയോ പറയുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇത് തന്നെ ജബ്ബാർ മൗലവി എഴുതിയതിലുള്ളൂ. ആ ഹദീത്ത് തെളിവിന് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഹദീത്തിൽ പറഞ്ഞ ആശയമാണ് വാസ്തവത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത്. ആ ഹദീത്തിന്റെ വിശദീകരണത്തിൽ സലഫി പണ്ഡിതന്മാർ പറഞ്ഞ അതേ വാചകമാണ് മൂപ്പരും പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല. ഇനിയും കേട്ടോളുകൾ, അനസ് മുസ്ലിയാര് അബ്ദുൽ ജബ്ബാർ മൗലവി സ്റ്റേജിലിരുത്തി ആലപ്പുഴയിൽ വെച്ച് നടന്ന എൽ ഇസ്തിഖാമ എന്ന പരിപാടിയിൽ അനീഫ് കായക്കൂടി അനസും കൂടി ന്യായീകരിക്കുകയാണ്. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളം പ്രചരിപ്പിക്കുകയാണ് ജബ്ബാർ മൗലവി. ആ പച്ചക്കള്ളാണ് ഇപ്പൊ ഇവര് പ്രചരിപ്പിക്കുന്നത്. ഇനിയിപ്പോ അവര് അന്ന് സുന്നികളും അതുപോലെ തന്നെ മഴവൂരിയുള്ള പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ആ പച്ചക്കള്ളം ഇപ്പൊ 5 കൊല്ല പച്ചക്കള്ളം പറഞ്ഞാൽ നടന്നത്. കേട്ടോളൂ. ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല, അവതരിപ്പിക്കുകയുമില്ല. അപ്പൊ അന്ന് തിരുത്താൻ അബ്ദുറഹ്മാൻ സലഫി ആലോചിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അതന്നെ ഞങ്ങൾക്കും സൂചിപ്പിക്കാനുള്ളത്. ദുരുദ്ദേശത്തോടു കൂടി ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവരാണ് ആ വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ശിർക്കാരോപണം നടത്തുന്നത്. ഇതൊക്കെ സദുദ്ദേശമല്ല, നിങ്ങൾ എന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനോട് മാത്രം ണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അപ്പോ അനസ് മൗലവി പറഞ്ഞതിന് അവസാനം അനീഫാന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ആ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ പറയേണ്ടത് കേട്ടോ. ഇത് സുഹൃത്തുക്കളെ 2007 എഴുതിയപ്പോ തന്നെ അത് ശിർക്കാണെന്ന് മനസ്സിലായിരുന്നു. ആർക്കൊക്കെ മനസ്സിലായിരുന്നു? അബ്ദുറഹ്മാൻ സലഫിക്ക് മനസ്സിലായിരുന്നു, അതുപോലെ അനസ് മുസ്ലിയാർക്ക് മനസ്സിലായിരുന്നു. എന്നിട്ട് അബ്ദുൽ ജബ്ബാറിയുടെ വീട്ടിൽ പോയി അടുത്തുള്ള പള്ളിയിലിരുന്നു ഇത് ശിർക്കാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, ഇതിലെവിടെ ശിർക്ക്? നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം, അതിലെവിടെ ശിർക്ക്? അത് ശിർക്കാണ്, 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 ശിർക്കാണ് എന്ന ശിർക്കാവോ? ആവില്ലല്ലോ. എന്തുകൊണ്ട് ശിർക്കായി എന്ന് പഠിപ്പിച്ചേരി. അപ്പൊ അദ്ദേഹം സമ്മതിച്ചില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്താ വെച്ചാൽ വിശദീകരിക്കുക, തിരുത്ത എന്താ ചെയ്തോളി, ഞാൻ വിശദീകരിക്കും, തിരുത്തൂല്ല. എന്നിട്ട് ഇവര് എഴുതി കൊടുത്തതാണ് പിന്നീട് 2008 ജനുവരിയിൽ വന്നത്. അത് തിരുത്തല്ല, വിശദീകരണമാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി ഉദ്ദേശിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മദ്യപിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കാം എന്ന് അതിന് ഗവേഷണം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള 2008 ജനുവരി ഇസ്ലാഹ് മാസികയിൽ തിരുത്തു വന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഹദീസ് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നബി തമീമത്താൻ റജുലിൻ മിൻ ഖൗമിഹി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്നദ് അഹമ്മദിലുള്ള ഒരു ഹദീസാണ്. ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, അന്ത റസൂലുള്ളാഹ്, നിങ്ങളാണോ അള്ളാഹുവിന്റെ ദൂതർ? റസൂല് പറഞ്ഞു അതെ. അല്ലെങ്കിൽ മറ്റൊരു റിവായത്തിലുള്ളത് അന്ത മുഹമ്മദ്, നീയാണോ മുഹമ്മദ് എന്ന് ചോദിച്ചു. അപ്പൊ റസൂല് പറഞ്ഞു നഅം, അതെ. എന്നാൽ ഫൈലാ മതദഉ, ഏതിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത്?
ഖാല അദ്ഉ ഇലല്ലാഹി അസ്സ വജല്ല വഹ്ദഹു, അല്ലാഹ്ക്ക് മാത്രം ദുആ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ആരാണ് അല്ലാഹു? ഇദാ കാന ബിക ദുർറുൻ ദഅവതഹു കശഫഹു അൻക, നിനക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ നീ അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിന്റെ ദുരിതം മാറ്റിത്തരും. വമൻ ഇദാ അസ്വാബക ആമു സനതിൻ ഫദഅവതഹു അംബത ലക, നിനക്ക് വല്ല വരൾച്ചയുടെ വർഷവും ഉണ്ടായാൽ നീ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് അവൻ ചെടികൾ മുളപ്പിച്ചു തരും. വമൻ ഇദാ കുന്ത ഫി അർളി ഖഫ്രിൻ, ഒരു വിജനമായ സ്ഥലത്ത് നീ ആയാൽ ഫാദലൽത, അങ്ങനെ നീ വഴി തെറ്റിയാൽ ഫദഅവതഹു, നീ അവനോട് പ്രാർത്ഥിച്ചാൽ റദ്ദ അലൈക, അവൻ നിന്റെ വാഹന മൃഗത്തെ തിരിച്ചു തരും. ഫഅസ്ലമ റജുൽ, ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു? അല്ലെ നിന്നെ വഴിയിലേക്ക് എത്തിച്ചു തരും, വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇത് കേട്ടപ്പോൾ അയാൾ മുസ്ലിമായി എന്ന് പറയുന്ന ഇമാം അഹ്മദിന്റെ റിവായത്ത്. അപ്പൊ ഏതു സ്ഥലത്ത് വെച്ചും അള്ളാഹുവിനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. ഒരു ജിന്നിനോടും ഒരു കാര്യം ചോദിക്കാൻ പാടില്ല. ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാൻ പാടില്ല, കഴിവുപ്പെട്ടതും ചോദിക്കാൻ പാടില്ല, കഴിവുപ്പെടാത്തതും ചോദിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. ഞാൻ എത്രയോ ഖേദികളിൽ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു വാദമില്ല കൂട്ടരേ. എന്നിട്ടും പരിപാവനമായ മിമ്പറുകൾ ഉപയോഗിച്ച് പോലും ഇവരിപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ മിമ്പറിലുമുണ്ട് നമ്മളെയൊക്കെ ജിന്ന് പൂജകന്മാരും ജിന്നാരാധകരുമായി ചിത്രീകരിച്ചുകൊണ്ട് പരിശുദ്ധ മിമ്പറുകൾ ദുരുപയോഗം ചെയ്യുക. അവർക്ക് എന്തും പറയാം. അതിന്റെ സഹീഹായ റിവായത്ത് വെച്ച് നമ്മളൊന്ന് പറഞ്ഞാലോ അപ്പോഴേക്കും അവിടെ പ്രശ്നമുണ്ടാവുകയാണ്. സുഹൃത്തുക്കളെ, 2007 എനിക്ക് ബോധ്യമായി ശിർക്ക് എന്നാണ് അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. എന്നാൽ 2009 എടവണ്ണ ജാമിയയിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിക്കുകയാണ്. ആ കുട്ടി ചോദിച്ചെന്താണെന്നറിയോ? വിജനമായ സ്ഥലത്ത് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ പറയുന്നുണ്ട് നമ്മള് പ്രാർത്ഥന നിർവചനമൊക്കെ മാറ്റി എന്ന് പറയുന്നുണ്ട്. മുമ്പൊക്കെ മനുഷ്യ കഴിവിന് അതീതം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ സൃഷ്ടികളെ കഴിവിന് അതീതെന്ന് ജിന്ന് വിഷയം വന്നപ്പോൾ നമ്മൾ മാറ്റി എന്ന് പറയുന്നുണ്ട്. അവരോട് എന്ത് മറുപടിയാണ് പറയുക എന്ന് ചോദിക്കാൻ. ചോദ്യം കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മള് ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അവർ മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അതാണ് ശിർക്ക്. എന്താ ശിർക്ക് എന്ന് മനസ്സിലായില്ലേ? മനുഷ്യ കഴിവിന് അതീതമായ, മനുഷ്യനൊരു സൃഷ്ടി, അതുപോലെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ ഏതൊരു സൃഷ്ടിയോടും അതിന്റെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുക, സഹായം അഭ്യർത്ഥിക്കുക, അതാണ് ശിർക്ക്. ഈ വാദത്തിൽ അത് വരുന്നുണ്ടോ? അതുകൊണ്ടാണ് ജബ്ബാർ മോലിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാഞ്ഞത്. അത് വരുന്നില്ല. എന്റെ വിളിച്ച കേൾക്കുന്ന ഈ പരിസരത്തുള്ള ഒരു കേൾക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് വരുന്നുണ്ടോ? പോട്ടെ. ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈതു ലാ തറൗനഹു ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അത് നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവര്. പിന്നെ
ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാള് മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വീഴാം. അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫളത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫളത്തിനെ വിളിച്ചിങ്ങാട്ട് എന്നെ സഹായിക്കുകയോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് അന്നഹൂക്കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. തിരുത്തി എന്ന് പറയുന്നത് ശരിയല്ല, തിരുത്തല്ല, വിശദീകരണമാണെന്ന് 8 മാസം മുമ്പ് ബഹ്റൈനിൽ പോയിട്ട് പോലും അനസ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതുകൊണ്ട് കേട്ടിട്ട് എന്തേ മനസ്സിലായത്? ഇവിടെ ഹദീദ് ചോദിച്ചിട്ടില്ല. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നൊരു ഹദീദ് ഉണ്ടല്ലോ എന്നാ കുട്ടി ചോദിച്ചിട്ടില്ല. വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കാമോ? ഇപ്പോഴത്തെ ആശയം അനുസരിച്ച് കള്ള ഹദീദും പറഞ്ഞ് നടക്കുക, സഹായിക്കൂല, അപ്പോ കഴിഞ്ഞ് 1/2 മിനിറ്റ് കൂടി വേണ്ട. എന്തിനെങ്ങനെ പരത്തി പറഞ്ഞത്? ഇത് സലഫി പണ്ഡിതന്മാരുടെ ശൈലിയാ. ഹദീദ് ചോദിച്ചിട്ടില്ലെങ്കിലും ഹദീദ് പറഞ്ഞിട്ടില്ലെങ്കിലും ഹദീദിന്റെ ആശയമാണ് ആ കുട്ടി ചോദിക്കുന്നത് എന്ന് സലഫിക്ക് മനസ്സിലായി. ഹദീദ് പറയാതെ തന്നെ ഒരു തത്വം പറഞ്ഞു കൊടുത്തു. പിന്നെ ആരെയാണ് ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂപ്പര് അനാവശ്യമായി പരത്തിപ്പരാ. ഉമ്മാനെയാണ്, ഉപ്പാനെയാണ്, താത്തൂനെയാണ്, ആചാര്യാണ്, മൊല്ലാക്കാനെയാണ്, ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ആരെയാണെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ജിന്നാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റും. അതൊക്കെ കുറച്ച് അതിശയോക്തി അല്ലേ? എന്നാ ആരാണ് നിങ്ങൾ തുറന്ന് പറ. ഇപ്പൊ മൂപ്പര് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ സമ്മേളന പ്രവർത്തനത്തിക്ക് പോകുന്നതാണ് TP പറഞ്ഞിരുന്നത്. പക്ഷെ ഉണ്ടായതെന്താ? നേരെ കൊടുവള്ളി മണ്ണിൽ കടവില് മുഖാമുഖം, അത് കഴിഞ്ഞ് പിറ്റേന്ന് ജാമിയ മുഖാമുഖം, അത് കഴിഞ്ഞ് കൊപ്പരക്കളത്ത് മുഖാമുഖം. ആ കൊപ്പരക്കളത്ത് പോയിട്ട് ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ? എന്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായി പറഞ്ഞ ഈ ക്ലിപ്പ് അതിൽ കട്ടുമുറിച്ചിട്ടുണ്ട്, അതിന്റെ യഥാർത്ഥ CD കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഫാറൂഖ് എന്ന്. കുട്ടികള് 1.5 മണിക്കൂറുടെ സാധനം കയ്യിൽ കൊണ്ടേ കൊടുത്ത്. എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിച്ചോളി, കട്ടുമുറിച്ചാണ്. ഇപ്പൊ പലയിടത്തും ഉണ്ട് കട്ടുമുറിച്ച ക്ലിപ്പ്, ഫുൾ ക്ലിപ്പ് ഇടിങ്ങള് എന്നാ കാണാലോ. ഈ കാസറ്റ് ഇപ്പോ ഇയാള് കാസർഗോഡ് നിന്ന് എന്താ പറഞ്ഞാലോ, അത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ ഒരു CD ആണ്. അപ്പൊ കുട്ടികളോട് പറയുന്ന ഇസ്ലാം ഒന്നും നാട്ടുകാരോട് പറഞ്ഞ ഇസ്ലാം വേറെയാ. അത് ഞാൻ ഇറക്കാൻ വിചാരിച്ച CD അല്ല, ഇറക്കാൻ വിചാരിച്ചിരുന്നു. സംവാദത് മൾട്ടിമീഡിയയിൽ അബ്ദുള്ളാക്ക ഇറക്കായിരുന്നതാ. അബ്ദുള്ളാക്കാനെ വിളിച്ചിട്ട് റിക്കാർഡ് ചെയ്യിച്ചു. അബ്ദുള്ളാക്ക പറഞ്ഞു, മുഖ്യ ശത്രു പറഞ്ഞ CD ഇറക്കിയിട്ട് തന്നെ ഞങ്ങൾ മാനം കെട്ടിണ്, ഇനിയിപ്പോ ഇയാൾ ഈ CD കൂടി ഇറക്കിയിട്ട് ഞാൻ ഇറക്കൂലാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഓരോ കോപ്പി തന്നു. കുറച്ചു കാലം കഴിഞ്ഞതൊക്കെ ആവശ്യം വരും, അവിടെ വെച്ചോളിയാണ്. അങ്ങനെ കിട്ടിയതത്. അപ്പൊ ഇയാള് അതീത് പറയാതെ തന്നെ പറഞ്ഞു. ആരെ ഉദ്ദേശിക്കണത് തെളിച്ച് പറഞ്ഞോ? ഇപ്പൊ അനസ് മുസ്ലിയാര് ന്യായീകരിക്കുകയാണ്. എന്താണ്? അബ്ദുറഹ്മാൻ സലഫി ഉദ്ദേശിച്ചത് മനുഷ്യരെയാണ്. ഇയാളും പറഞ്ഞു ഞാൻ മനുഷ്യരെ ഉദ്ദേശിച്ചത്. ഇയാൾ ഉദ്ദേശിച്ചത് മനുഷ്യരെ ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞപ്പോ നമ്മളോട് ഇപ്പൊ പറയണത്. നിങ്ങൾക്ക് ആയിരിക്കും മനസ്സിലായത് മനുഷ്യരെ ഉദ്ദേശിച്ചത്?
ആരെയാണ് എന്റെ ഒച്ച കേൾക്കുന്ന അവര്? ആരെയാണെന്നാ മനുഷ്യരാരെന്നാ ഞാൻ ഉദ്ദേശിച്ചത്? എന്നാ ഉദ്ദേശിച്ചാ മതിയാണ് പറഞ്ഞത്. ദീനിന്റെ കാര്യല്ലേ, ഇങ്ങനെ പകുതി മുണുങ്ങി പകുതി പറയണോ? മനുഷ്യരെ ഉദ്ദേശിക്കാൻ പാടുള്ളൂ. ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ച ശിർക്കാണ്. ഒരൊറ്റ പറച്ചിലാണ് പറഞ്ഞാൽ മതി. അത് പറയാതെ ഉമ്മയാണ്, ബാപ്പയാണ്, അളിയൊക്കെയാണ്, കുഞ്ഞാമ്മാണ്, ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വളരെ വ്യക്തമാണ്. പിന്നെ ജിന്നിനെ ഉദ്ദേശിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ആയത്തോട് ഓതിയത്, അല്ലേ? മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയാർത്ഥന നടത്താറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെട്ടാൽ എന്റെ കുട്ടികളെയും എന്റെ കാലികളെയും എന്നെയും എന്റെ സമ്പത്തുമൊക്കെ സംരക്ഷിക്കാൻ, ഈ ഇവിടുത്തെ ഈ കാഫിർ ജിന്നുകൾ വല്ലതും എന്നെ ദ്രോഹിക്കാതിരിക്കാൻ ഈ വാദിയുടെ നേതാവായ ജിന്നിനോട് ഞാൻ സഹായം തേടുന്നു. അത് പ്രാർത്ഥനയാണ്. അവിടേക്കോട്ട് പോകാനും പാടില്ല. എന്നാ പിന്നെ ഇതിനത് പറഞ്ഞ അവിടെ ജിന്നുകളോട് ചോദിക്കണ പ്രാർത്ഥന പറഞ്ഞിട്ട് അവിടേക്കോട്ട് പോകാനും പാടില്ല, ആ നിലയ്ക്ക് എത്താനും പാടില്ല. അപ്പൊ പ്രാർത്ഥനയാകാത്ത ഒരു സഹായം ചോദിക്കലാണ് അവിടെ എന്ന് സെലഫി സമ്മതിക്കാണ്. ഇത് മൂപ്പര് വിശദീകരിച്ചപ്പോ ഈ മുഖാമുഖത്ത് രാത്രി 12:30 മൂപ്പര് എന്താ പറഞ്ഞല്ലോ, കള്ള ഹദീസും പിടിച്ച കള്ളത്തരം പറഞ്ഞിട്ട് അങ്ങോട്ട് വാടാ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇടവണ്ണക്കാരൊക്കെ നല്ല ഉറക്കായിരിക്കും. അപ്പൊ 12:30 മണിക്കാ മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചതെന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാം. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. നല്ല ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കല്ലോ, നല്ല വെല്ലുവിളിക്കല്ലോ. 12:30 ആരും ഇല്ലല്ലോ. ഞങ്ങൾ ആരോ പറഞ്ഞോണോ മരുഭൂമി ചെന്നാ അന്നല്ലാത്തവരെ വിളിക്കണമെന്ന്? ഞങ്ങൾ ആരെങ്കിലും ജിന്നുകളെ വിളിക്കാന്ന് പറഞ്ഞു? അപ്പൊ ഇല്ലാത്ത വാദം അടിച്ചേൽപ്പിച്ചിട്ട് നിഴൽ യുദ്ധം നടത്തുകയാണ്. ആ കാണികൾ വിചാരിക്കും ഭയങ്കര ഇയാള് തൗഹീദ് ഭയങ്കര കട്ടിയട്ടോ, നട്ടപ്പാതിരൊക്കെ അലറുക. ആരോട്? പരിപാവനമായ ജാമ്യയുടെ ക്യാമ്പസിൽ അന്തിക്കുറുക്കന്മാർ ഓരിയിടുന്നത് പോലെ നിങ്ങൾ ഓരിയിടുന്നു. ആർക്ക് വേണ്ടി? ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ? ഈ ആദർശത്തിന് വേണ്ടിയാണോ? അത് നിങ്ങളെ കോക്കസ് വിജയിപ്പിക്കാനോ? ഇതപ്പൊ ഇയാളെ സംസ്കൃതി. ഇയാളെ യഥാർത്ഥ സമാജം. ചിലപ്പോ ഇയാൾ കരി മജീദിനൊക്കെ എന്താ കരച്ചില്. യഥാർത്ഥ സലഫി ഇതാണ്. കാള ഹദീസും പിടിച്ച് കാളാത്തരാൻ പറഞ്ഞിട്ട് എന്നും പറഞ്ഞിട്ട് ചാടുക. നിഴൽ യുദ്ധം. ഈ നിഴൽ യുദ്ധം ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? പിന്നെ ഏത് മുഹദ്ദിസാ നിന്നെ പഠിപ്പിച്ചത് എന്നാ? ആ മുഹദ്ദിസിനെ ഞാൻ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ഇദ്ദേഹത്തോട് 2009 ജിദ്ദയിൽ ചെന്നപ്പോ നമ്മുടെ ഒരു പ്രവർത്തകനൊരു ചോദ്യം ചോദിച്ചു. ഈ ഹദീസ് തന്നെ ഉദ്ധരിച്ചിട്ട് അതിന് ശിർക്കുണ്ടോ? ഒന്ന് കേൾപ്പിക്കാം ചോദ്യം. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ കേനം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. 2009 അബ്ദുൽ ജബ്ബാർ വഴി ലേഖനം എഴുതി 2 കൊല്ലം കഴിഞ്ഞിട്ട് ജിദ്ദയിൽ വെച്ച് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? അള്ളാഹുവിന്റെ അടിമകളെ, യാ ഇബാദല്ലാ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരാകട്ടെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്നാ ചോദ്യക്കാരൻ ചോദിക്കണേ. വിവരമില്ലാത്ത ആളെ ചോദിക്കണേ. പ്രാർത്ഥന അല്ല, പ്രാർത്ഥിച്ചാൽ എന്ന് വെച്ച് അതിന് ശിർക്കുണ്ടോ? ശിർക്കില്ല എന്ന് ഇമാം ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാഹ് മാസികയിലും പറഞ്ഞിട്ടുണ്ട്. അതിന് ശിർക്കുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ആരാണ് നിന്നെ ഈ കള്ള ഹദീസ് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ച മുഹദ്ദിസ്? നിങ്ങൾ കാണണം ആ മുഹദ്ദിസിനെ. 4 മാസത്തോളം ബനാറസിൽ പോയിട്ട് ഹദീസിൽ പ്രത്യേക 4 മാസം കൊണ്ട് കിട്ടുന്ന പ്രത്യേക സലഫി ബിരുദുണ്ട്.
അതെടുത്ത് വന്ന മുഹദ്ദിസാണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹത്തെ നിങ്ങൾ കാണാൻ പോവാണ്, കണ്ടോളിയ മുഹദ്ദിസ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നെ പഠിപ്പിക്കണം എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് എന്താ ഒന്ന്? അത് ദുആ അല്ല. ദുആ ആണോ ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ടാലും അത് ശിർക്കാണ്. അത് മരിച്ചവരോടായാലും ശരി, ജീവിച്ചിട്ടുണ്ടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കാണെങ്കിൽ ദുആ ആണെങ്കിൽ ശിർക്കാണ്. പക്ഷെ ഇത് ദുആ അല്ല. റസൂൽ അങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയില്ല. ഒന്ന്. ഇനി രണ്ട് കേൾക്കുക. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ശിർക്കാണെന്ന് പറയുന്നത് അപ്പൊ പറയണത്. ശിർക്കിലേക്ക് പോകും കൂടിയില്ല, വസീലയിലെ ശിർക്കും കൂടി ആവില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുണ്ട് മണ്ടിയേരിയോ എന്ന് പറയില്ലേ ഒരു സ്ഥലത്ത് ചെന്നാല്, അതുപോലെയാണ്. അതിന്റെ ന്യൂനത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ന്യൂനത ഹദീസിന്റെ സനദിന്റെ ന്യൂനത ഒന്നും നോക്കാതെ നേർക്കുനേരെ എടുത്താൽ തന്നെ എത്രയുള്ളൂ? ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇനി പറഞ്ഞോളൂ. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. കണ്ടോ? സനദിലേക്ക് പോകണ്ട. സനദ് സഹിയാകട്ടെ ലൈഫാകട്ടെ, ആ വിളിയിൽ ഒരു അപാകതയില്ല. ശിർക്കില്ല എന്നല്ല, അപാകത തന്നെ ഇല്ല. എന്താ അങ്ങനെ വിളിച്ച ഒരു കുഴപ്പമില്ല. 2009 പറയണത് ആരാ പറയണത്? ബനാറസിൽ നിന്ന് വന്ന മുഹദ്ദിസ് പറയാണ്. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല
അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. തീർത്ത് പറഞ്ഞ അതാണ്. ആ തീർപ്പുമെന്ന് വിട്ട് അത് തീർത്ത് പറഞ്ഞ പ്രാർത്ഥനയല്ല. ഇന്ന് ആരെങ്കിലും പ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞവനെ പുറത്താക്കുന്നതാണ്. അന്ന് തീർത്ത് പറഞ്ഞാണ് പ്രാർത്ഥനയല്ല. ഇപ്പൊ പറഞ്ഞ പ്രാർത്ഥനയാണെന്ന് ജമിയത്തുൽ ഉലമ വോട്ടിനിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇനി മുതൽ പ്രാർത്ഥന എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താക്കുന്നു. ഇതിൽ നിൽക്കണോ പ്രാർത്ഥന എന്ന് പറയണം. നോക്കിയാ നിങ്ങൾ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ എന്ന് പറഞ്ഞാൽ സനദ് സഹിയാലും ശരി ലൈഫായാലും ശരി അതിന്റെ മത്തിനിൽ എന്തില്ല, ശിർക്കില്ല. അത് പ്രാർത്ഥനയില്ല. ഇത് സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാണ് അത് പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്.